അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം വ്യത്യസ്തമായ ഒരു സാക്ഷ്യവുമായിട്ട് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ മോഹനൻ നായർ അവറുകളാണ്. ദൈവഭൃത്യൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തികച്ച് പ്രേക്ഷകർക്ക് ഇതൊരു വേറിട്ട അനുഭവമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ തൻ്റെ ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകൾ പ്രേക്ഷകരോടൊപ്പം തുറന്നു പറയുകയാണ്. ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും പ്രേക്ഷകർ കേൾക്കാൻ പോവുകയാണ്. ഒരസാധാരണമായ ഒരു സാക്ഷ്യം ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി വിശേഷ പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കാളിയാകും. തുടർന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ മോഹൻ നായർ അവറുകൾ നമ്മോട് സംസാരിക്കേണ്ടതിനായി കർത്താവിൻ്റെ ദാസനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് മോഹൻ നായർ. ഞങ്ങൾ ഒരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന എൻ്റെ മാതാപിതാക്കൾ മലബാറിൽ നിന്ന് അതിൻ്റെ കിഴക്കൻ പ്രദേശത്തേക്ക് 1920 കാലഘട്ടങ്ങളിൽ കുടിയേറിയവരാണ്. എൻ്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു. എന്നാൽ എൻ്റെ പിതാവിന് ജന്മന ഒരു കൈയില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു കൈ പരിച്ഛേദമില്ല. ഈ അവസ്ഥയിലായിരുന്നെങ്കിലും അദ്ദേഹം വളരെയധികം അധ്വാനിക്കുമായിരുന്നു, വളരെയധികം കഷ്ടപ്പെടുമായിരുന്നു. അദ്ദേഹത്തിന് ഞങ്ങൾ 10 മക്കൾ ജനിച്ചു. അതിൽ 3ാമത്തെ ആളാണ് ഞാൻ. എൻ്റെ പേര് മോഹൻ എന്ന് പറഞ്ഞുവല്ലോ. ഞങ്ങളുടെ കഷ്ടതയുടെ ഞങ്ങളുടെ 10 മക്കൾ ഒരു കൈയില്ലാത്ത മനുഷ്യന്റെ 10 മക്കളായി തീർന്നപ്പോൾ അതിൻ്റെ ദാരിദ്ര്യവും ദുഃഖവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അതിഭയാനകമായിരുന്നു. ഈ കഷ്ടതയിലൊക്കെ നാളിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നു വന്നത്. വളരെയധികം ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെയും കാരണം ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തതാണ് എന്ന് കരുതി എൻ്റെ മാതാപിതാക്കൾ ഭവനത്തിൽ തന്നെ പ്രശ്നക്കാരുടെ നിർദ്ദേശപ്രകാരം അനേകം ദൈവങ്ങളെ സ്ഥാപിക്കുകയും ആ ദൈവങ്ങൾക്കെല്ലാം പൂജാതി കർമ്മങ്ങളും മന്ത്രതന്ത്രാദികളും നടത്തുകയും മാസാമാസം കൂടുമ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ പൂജാതി കർമ്മങ്ങൾ നടത്തി ഈ ദാരിദ്ര്യത്തിൽ നിന്നും ഈ കഷ്ടപ്പാടിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടി കഠിനമായി അധ്വാനിക്കുകയും ഭവനത്തിലുള്ള വസ്തുക്കളൊക്കെയും അതിനുവേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുകൊണ്ടൊന്നും മാറ്റമുണ്ടായില്ല. എന്നു മാത്രമല്ല, ദാരിദ്ര്യം കൂടിക്കൂടി വന്നതല്ലാതെ, മക്കൾ ഒന്നിനു പുറകെ ഒന്നായി ജനിച്ചപ്പോൾ ദാരിദ്ര്യം കൂടി വന്നതല്ലാതെ, കഷ്ടതകളും രോഗങ്ങളും അധികരിച്ചു വന്നതല്ലാതെ അതിൽ നിന്നൊരു വിടുതൽ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ സാധ്യമായില്ല. ഈ പശ്ചാത്തലത്തിലാണ് എൻ്റെ വളർച്ച. ചെറിയ പ്രായത്തിൽ കേവലം 10 വയസ്സ് തികയുന്നതിന് മുമ്പേ ഞങ്ങൾ അധ്വാനിച്ചു തുടങ്ങിയതാണ്. കേൾക്കുമ്പോൾ പലരും വിചാരിക്കും 10 വയസ്സുള്ള കുട്ടി എന്ത് അധ്വാനിക്കാനാണ്. ഒരു 50 കൊല്ലം 80 കൊല്ലം പുറകിലേക്ക് തിരിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും. വളരെ കഷ്ടപ്പെട്ട് 8ഉം 10ഉം വയസ്സുള്ള കാലത്ത് തന്നെ കന്നുകാലിക്ക് പുല്ലി എത്തുകയും കൊച്ചു കൊച്ചു ചുമടുകൾ എടുക്കുകയും അങ്ങനെ ധാരാളം പ്രവൃത്തികൾ ചെയ്തു വന്നു. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഫലകരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഉള്ളതെല്ലാം ദൈവങ്ങൾക്ക് പൂജിച്ചതിന് ശേഷം, മാന്ത്രിക വിധികൾക്ക് വേണ്ടി പൂജിച്ചതിന് ശേഷം, ഹോമങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയതിന് ശേഷം മക്കൾക്ക് തരാനായി മാതാപിതാക്കൾക്ക് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതും പാത്രത്തിൽ വിളമ്പി എത്തുമ്പോഴേക്കും ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങളൊക്കെ വളരെ പ്രയാസപ്പെടുകയും കൊതിക്കുകയും ചെയ്തു. പലപ്പോഴും മലയാള നാട്ടിൽ ലഭിക്കുന്ന ഓണം, വിഷു ഇത്യാദി ഉത്സവ ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. അന്നെങ്കിലും ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്താഗതി. പക്ഷേ അന്നും മാതാപിതാക്കൾ തങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് കൂടും. അതിന്റെ ഫലമായി അന്ന്
പിതാവ് ഒരു മുൻകോപിയും കൂടെ ആകയാൽ ഉള്ള അരിയെടുത്ത് ഒറ്റ മുറി ഉണ്ടായിരുന്ന ആ മുറിക്കകത്തിട്ട് പൂട്ടി പിതാവ് എങ്ങോട്ടെങ്കിലും പൊയ്ക്കളയും. ഇതോടുകൂടെ ഞങ്ങളുടെ ഓണവും വിഷുവും അതോടുകൂടെ അവസാനിച്ചു. അതുകൊണ്ട് ഈ കഷ്ടതയിലൊക്കെയും നടുവിൽ വളർന്നതിന്റെ ഫലമായി ചെറുപ്പത്തിലെ ഞങ്ങൾ ഓരോ മക്കളും ഒറ്റയ്ക്ക് കാലിൽ നിൽക്കുവാൻ പ്രാപ്തനായപ്പോൾ മുതൽ കഠിനാധ്വാനത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ 6ാം ക്ലാസ് വരെ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയുമാണ് പഠിച്ചത്. 6ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞപ്പോൾ എന്റെ ചേട്ടായി വയറു നിറച്ച് ആഹാരമില്ലാത്തതിന്റെ ഫലമായി എന്റെ ചേട്ടായി നാട് വിട്ടുപോയി. മറ്റ് ക്രിസ്ത്യാനികളെന്ന് ഞങ്ങൾ പറയുന്ന ചേട്ടന്മാരുടെ ഭവനങ്ങളിൽ എന്തെങ്കിലും ജോലി ചെയ്താൽ വയറു നിറച്ച് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കണ്ട് അവൻ 12 വയസ്സിൽ വീട് വിട്ടുപോയി. ശേഷം ഒരു പെങ്ങളാണ്, പിന്നെ ഉള്ള ആൺകുട്ടി ഞാനാണ്. അപ്പോൾ 12 വയസ്സാകുമ്പോഴേക്ക് എന്റെ തലയിൽ ഭാരം ഏറെയായി. അപ്പൻ ആ ഇടയ്ക്ക് വാദം പിടിച്ച് കിടപ്പിലായി. അമ്മയുടെ എന്റെ ഓർമ്മയിൽ 1 രൂപ 10 പൈസ ഒരു എസ്റ്റേറ്റിൽ രാവിലെ മുതൽ 4 മണി വരെ കൂലിപ്പണിക്ക് പോയാൽ കിട്ടുന്നത് 1 രൂപ 10 പൈസയാണ് പ്രതിഫലം. അതുകൊണ്ട് എവിടെയാണ് ഇത്രമാത്രം അംഗങ്ങളുള്ളൊരു കുടുംബം കടന്നു പോവുക? വളരെ പ്രയാസപ്പെട്ടു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്റെ 14 വയസ്സ് വരെ ഇത് സത്യമാണ്, ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നില്ല. രാവിലെ കിട്ടുന്ന അല്പം പഴഞ്ചോറിന്റെ ഒരു ബാക്കി രാത്രി അമ്മ എല്ലാം കഴിഞ്ഞു വന്നതിന് ശേഷം തരുന്ന ഒരു നേരത്തെ ആഹാരം, അതും ഞങ്ങൾക്ക് വിശപ്പ് മാറുവാൻ എല്ലാവർക്കും ഉണ്ടാവുകയില്ല. ആരുടെയെങ്കിലും പറമ്പിലെ അല്ലെ ഞങ്ങളുടെ മാതാപിതാക്കൾ അല്പ സ്ഥലമുള്ളതിന്റെ പേരിൽ പ്ലാവും മാവും ധാരാളം നട്ടു. ഈ പ്ലാവും മാവും ധാരാളമുള്ളതിന്റെ ഫലമായി വേനൽക്കാലം ഞങ്ങൾക്ക് വയറ് നിറച്ച് എന്തെങ്കിലുമൊക്കെ തിന്നാം, ചക്കയും മാങ്ങയും ഒക്കെ തിന്നാം. പക്ഷെ മഴക്കാലം വരുമ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ നാളുകളായി തീരുക. ഞാൻ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ആ ഭാഗം വിടാം. എന്റെ 7 വയസ്സിൽ അപ്പനും അമ്മയും ചുമട്ടിന് പോകും. ഞങ്ങളുടെ നാട്ടിൽ കുടിയേറ്റ കർഷകരായ ചേട്ടന്മാരുടെ പറമ്പിൽ ധാരാളം കപ്പ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ മഴക്കാലത്ത് ഞങ്ങളുടെ ഏക വരുമാനം ഈ കപ്പ ചുമടാണ്. അച്ഛനും അമ്മയും ആകുന്ന തരത്തിൽ 1 ചുമടോ 2 ചുമടോ കപ്പ കൊണ്ടുപോയാൽ കിട്ടുന്ന പ്രതിഫലമാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അപ്പനും അമ്മയും കപ്പ ചുമക്കാൻ പോകുമ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളാണ്. കടക്കപ്പായി എന്ന് വിളിച്ചുണർത്തി പറയും, മക്കളെ വരൂ, ഒരു കൊച്ചു ചാക്കുമായിട്ട് വരൂ, നമുക്ക് പൊടിക്കപ്പ കിട്ടും. കുഞ്ഞുങ്ങൾ കപ്പ ഒരുക്കി കൊടുത്താൽ പൊടിക്കപ്പ കിട്ടും. ഈ പൊടിക്കപ്പ വെറുക്കുവാനായി ഞങ്ങൾ പോകും. എന്നാൽ പലപ്പോഴും ദുഃഖകരമായ അനുഭവമായിരിക്കും. 7 വയസ്സുള്ള കുട്ടികൾ എന്ത് പ്രാപ്തിയുള്ളവരാണെന്ന് ഇന്നത്തെ മക്കൾ കുറേയും കൂടെ വളർച്ചയൊക്കെ ഉണ്ട്. പോഷണാഹാരം ഇല്ലാത്ത ഞങ്ങൾക്ക് വളർച്ചയൊന്നും വളരെയില്ല. അതിന്റെ ഫലമായി വളരെ കഷ്ടപ്പെട്ട് പോകും. നമ്മൾ പലപ്പോഴും കാണുന്നില്ലേ, മര്യാദക്കൊന്നും ഇല്ലാത്ത തമിഴ്നാട്ടുകാരായ അനേകർ നമ്മുടെ നാട്ടിൽ ഒരു കാലത്തുണ്ടായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങൾ ചെളിയിലും കുപ്പയിലും ഏതുമല്ലാത്ത സാഹചര്യത്തിലും വളരുന്നെങ്കിലും അവർക്ക് പ്രതിരോധശേഷി ഉണ്ടാകും. ഇതുപോലെ പട്ടിണി കിടന്ന് വളരുന്നെങ്കിലും ഞങ്ങൾക്ക് പ്രതിരോധശേഷി ഇല്ലാതെ വന്നില്ല. ഈ കപ്പയ്ക്ക് പോയ മാതാപിതാക്കൾ കപ്പ ചുമട് എടുത്തുകൊണ്ട് പോകുമ്പോൾ പറഞ്ഞു, മക്കളെ ഈ പൊടിക്കപ്പിയൊക്കെ പെറുക്കി ചാക്കിലിട്ട് കൊണ്ടുപോയിക്കോളൂ. പക്ഷെ അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഉടമസ്ഥനായ അദ്ദേഹം പാറപ്പുറത്ത് കയറി അനൗൺസ് ചെയ്തു, വിളിച്ചു പറഞ്ഞു, ഒറ്റ കുട്ടികളും പൊടിക്കപ്പയെടുത്ത് ചാക്കിലിടുവാൻ പാടില്ല. ഞങ്ങൾ വന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കുടിയേറ്റ കർഷകരായവർ വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. അതിൽ വല്ല മുഴുത്ത കിഴങ്ങുകളും പോയാലോ എന്നുള്ള ഭയമാണ്. അതുവരെ ഞങ്ങൾ കാത്തിരുന്നു. കിടക്കപ്പായി എഴുന്നേറ്റ് പോയതാ. ആ മഞ്ഞും പൊടിമഴയും കൊണ്ട് അവിടെ ഇരിക്കുകയാ. ചേട്ടൻ വന്ന് എന്റെ ചാക്കിൽ അച്ഛൻ പെറുക്കിയിട്ട് തന്നുപോയിരുന്നു. അതെടുത്ത് കുടഞ്ഞിട്ടു. കുടഞ്ഞിടുമ്പോഴേ എനിക്ക് സങ്കടമായി. എനിക്കറിയാം, അടക്കയുടെ വലിപ്പമുള്ള അല്പം ദശയുള്ളതെല്ലാം അവർ പെറുക്കിയെടുക്കും. കാരണം അവർക്ക് 8ഉം 10ഉം എരുമകളുണ്ട്. അവർക്ക് ഉണക്കി പൊടിച്ച് പിണ്ണാക്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല പാല് കിട്ടും. അതുകൊണ്ട് ഒരു അടക്കയുടെ വലിപ്പമുള്ളത് പോലും അവർ പെറുക്കിയെടുക്കും. ഞങ്ങൾക്കറിയാം, വേര് പോലെ അല്ലെങ്കിൽ വിരൽ വണ്ണത്തിലുള്ള കിഴങ്ങുകൾ വേവുകയില്ല, അത് കളുകളിയിരിക്കും. എന്നാൽ അവസാനം ഉണ്ടക്കപ്പയെല്ലാം അവർ പെറുക്കിയെടുത്തു.
ശേഷമുള്ളത് വാരി ചാക്കലിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ ഞാൻ 7 വയസ്സിൽ ഒരു പാറയുടെ ചുവട്ടിൽ കൊണ്ടിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞു. മറ്റൊന്നുമല്ല, എനിക്കറിയാം ഇത് വേവുകയില്ല, ഈ കപ്പ വേവാത്തതാണ്, ഇത് കൊണ്ടുപോയി വെളിച്ചെണ്ണ പോലുമില്ല, ഉപ്പും മുളകും പൊട്ടിച്ച് തിന്നണം. പഴമക്കാരായ എത്രയോ മനുഷ്യരോട് ചോദിച്ചാൽ അവർക്കും പറയാനുള്ളത് ഇതൊക്കെ തന്നെയായിരിക്കും, എന്റെ മാത്രം അനുഭവമല്ല. എങ്കിലും ഞാൻ അവിടെ ഇരുന്ന് ഏറെ നേരം കരഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഈശ്വരനോട്, ചെറുപ്പം മുതലേ ഈശ്വര ഭക്തി ഉണ്ടായിരുന്നു. വീട്ടിൽ കാവുകളും കോവിലുകളും വിളക്ക് കത്തിക്കലും പൂജാതി കർമ്മങ്ങളും ഒക്കെ ഉള്ളതിന്റെ ഫലമായി വല്ലപ്പോഴും എൻ്റെ അച്ഛന്റെ കൂടെ 5-6 കിലോമീറ്റർ നടന്ന് വയത്തൂർ അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതുമാത്രമാണ് ഞങ്ങള് ഒരു 5-8 കിലോമീറ്ററിനുള്ളിലുള്ള ഒരു അമ്പലം. അവിടേക്ക് നടന്ന് അപ്പന്റെ കൂടെ പോയിട്ടുമുണ്ട്. അപ്പോൾ ഈശ്വര ഭക്തനായിരുന്നു. ഈശ്വരൻ എവിടെയാണെന്നറിയില്ല, ഈശ്വരൻ എങ്ങനെയുള്ളവനാണെന്നറിയില്ല. ഈ അവസ്ഥയിലാണെങ്കിലും ഞാൻ ആ പാറച്ചോട്ടിൽ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഈശ്വര, ഞങ്ങൾ മാത്രം എന്താണ് ഇങ്ങനെയായി പോയത്? ഞങ്ങൾ മാത്രം എന്താണ് ഇത്ര ദരിദ്രരായി പോയത്? ഞങ്ങൾ മാത്രം എന്താണ് ഇത്ര പ്രയാസത്തിലായി പോയത്? അപ്പോഴൊക്കെ എന്റെ ചിന്തയിൽ വന്ന ഉത്തരം, എന്റെ അച്ഛൻ ഒരു കൈയില്ലാത്ത മനുഷ്യനായതുകൊണ്ടാണ്. മറ്റു മാതാപിതാക്കളൊക്കെ കൈയും കാലും ഉള്ളവരായതുകൊണ്ട് അവരുടെ മക്കൾക്ക് 1 നേരോ 2 നേരം ആഹാരം കൊടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ എന്റെ പിതാവ് ഒരു കൈ അശേഷമില്ലാത്ത മനുഷ്യനായി ജനിച്ചതുകൊണ്ട്, അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം ദുരിതങ്ങൾ എന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ നിന്നും കടന്നു പോന്നു. 12 വയസ്സായപ്പോൾ 6ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് എന്റെ ജ്യേഷ്ഠൻ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, എടാ മോനെ, ഞാൻ പണിയെടുക്കുന്ന ചേട്ടന്റെ വീട്ടിൽ 35 ഏക്കർ തോട്ടമാണ്, നീ വരുന്നോ? വെക്കേഷൻ സമയത്ത് നീ വരികയാണെങ്കിൽ അണ്ടി പെറുക്കാൻ പോകാം, കശുവണ്ടി കളക്ട് ചെയ്യാൻ പോകാം, 1.5 രൂപ കൂലി വാങ്ങിത്തരാം ഞാൻ. എനിക്ക് 2 രൂപയാണ്, നിനക്ക് 1.5 രൂപയെങ്കിൽ ഞാൻ വാങ്ങിത്തരാം. അങ്ങനെ ചേട്ടന്റെ പ്രേരണയാൽ 12ാമത്തെ വയസ്സിൽ ഞാൻ അണ്ടി പെറുക്കുവാൻ പോയി. അവിടെ മുതൽ തുടങ്ങിയതാണ് പ്രിയമുള്ളവരെ എന്റെ കഠിനാധ്വാനം. എന്റെ കഠിനാധ്വാനം അവിടെ മുതൽ തുടങ്ങിയതാണ്. ആ കഠിനാധ്വാനം 24 വയസ്സ് വരെ അതികഠിനമായി അധ്വാനിച്ചു. 1.5 രൂപയ്ക്ക് പണിയെടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട 5-6 കിലോ കശുവണ്ടി പെറുക്കിയാൽ മതി എന്ന് വിചാരിക്കരുത്. 7 മണിക്ക് തോട്ടത്തിൽ ഇറങ്ങിയാൽ ഒരു കട്ടൻ കാപ്പിയും കഴിച്ച് ഇറങ്ങിയാൽ 11 മണിക്ക് കാപ്പി കുടിക്കാൻ ഇറങ്ങി വരും. അപ്പോഴേക്ക് ഒരു വള്ളിക്കൊട്ട നിറച്ച് കശുവണ്ടി ഉണ്ടാകും. അതുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചാക്കിലിട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് പോയി കാപ്പി കുടി കഴിഞ്ഞ് പോയി ഉച്ചയ്ക്ക് വരുമ്പോഴേക്ക് 2ാമത്തെ കൊട്ട. ഓരോ മലയിലേക്കാണ്, 35 ഏക്കർ തോട്ടമാണ്. ഉച്ച കഴിഞ്ഞ് വീണ്ടും പോയി 5 മണി 6 മണി ആവുമ്പോൾ ഇരുട്ടത്താണ് ഇറങ്ങി വരുന്നത്. അപ്പോഴേക്ക് 3ാമത്തെ കൊട്ട. ഏതാണ്ട് 45 കിലോ വരുന്ന അത്രയെങ്കിലും കശുവണ്ടി ഒരു ദിവസം പെറുക്കി ഇരിഞ്ഞ് റെഡിയാക്കി ചാക്കിൽ എത്തിയിരിക്കും. ഇത്രയും കഠിനാധ്വാനം നടത്തുമ്പോഴാണ് 12 വയസ്സുകാരനായി എനിക്ക് 1.5 രൂപ പ്രതിഫലം ലഭിക്കുന്നത്. അവിടെ നിന്നില്ല. വേനൽക്കാലത്താണത്. മഴക്കാലത്ത് ഞങ്ങൾ മുതിർന്നവരായി അല്ലെങ്കിൽ മാതാപിതാക്കളുടെ കൂടെ ചുമടിന് പോകും. 12 വയസ്സിൽ ഞാൻ 18 കിലോ ചുമടെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്റെ ജീവിതം എത്തി. എന്നാൽ 14ാമത്തെ വയസ്സിൽ ഞാൻ കൂലിപ്പണി തുടങ്ങി. 14ാമത്തെ വയസ്സിൽ കൂലിപ്പണി തുടങ്ങി ആദ്യ ദിവസമാണ് ഞങ്ങളുടെ ഭവനത്തിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി എന്ന ഒരു സമ്പ്രദായം ആരംഭിക്കുന്നത്. ചേട്ടന്മാരുടെ വീട്ടിൽ അടുത്തായതുകൊണ്ട് എനിക്ക് ധാരാളം പ്രവൃത്തികൾ ഉണ്ടായിരുന്നു. കാരണം ഉച്ചവരെ കൂലിപ്പണിയെടുക്കും, ഉച്ച കഴിഞ്ഞ് ചുമടിന്റെ പണിയെടുക്കും. ചേന, ചേമ്പ്, കാച്ചിൽ, കപ്പ എന്നിത്യാദി തുടങ്ങി വാട്ടുകപ്പ, വെള്ളുകപ്പ, ഇഞ്ചി, എല്ലാ സാധനങ്ങളും ചുമക്കുവാനുണ്ടാകും. അയൽവക്കത്തെ ചേട്ടന്മാരൊക്കെ വിളിക്കും എന്നെ. ഉത്സാഹിയായതുകൊണ്ട് എല്ലാവരും വിളിക്കും. ചെറിയ ചെറിയ ചുമടുകളായി അങ്ങനെ ഞാൻ 18 കിലോയിൽ തുടങ്ങിയ 12 വയസ്സിലെ ചുമട് 16 വയസ്സായപ്പോൾ 60 കിലോ വരെ എടുക്കുന്ന അവസ്ഥയിലെത്തി. ഇങ്ങനെ രാവും പകലും കഠിനാധ്വാനം ചെയ്തു. ഈ ചുമടൊക്കെ ചുമന്നതിന് ശേഷം വൈകുന്നേരം ഇഞ്ചി കയറ്റാനുണ്ടാകും, വെള്ളുകപ്പ ലോഡ് കയറ്റാനുണ്ടാകും, ചീനിക്കിഴങ്ങ് ലോഡ് കയറ്റുവാനുണ്ടാകും. ഇത് രാവോളം രാത്രി 10 മണി വരെ 11 മണി വരെയൊക്കെ ലോഡ് വാരിക്കയറ്റും, ചാക്കിൽ നിറച്ച് വാരിക്കയറ്റും. മുതിർന്നവരുടെ കൂടെ കഠിനാധ്വാനം ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട്
ചെറുപ്പം മുതൽ ഈശ്വര ഭക്തനായി മാതാപിതാക്കൾ കാണിച്ചു തന്ന പൂജാതി കർമ്മങ്ങളും വിളക്ക് കത്തിക്കലും അനേക ദൈവങ്ങൾക്കുള്ള പൂജകളും നടത്തി മുൻപോട്ട് പോന്നെങ്കിലും കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ എന്റെ ചിന്ത വികസിച്ചു. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എവിടെയാണ് ദൈവം? എന്റെ പുസ്തകത്തിൽ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്, എന്റെ ജീവിത സാക്ഷ്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. 12 വയസ്സിൽ ഞാൻ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നിടത്ത് ഞാൻ രാത്രിയാമങ്ങളിൽ ഞാൻ നോക്കിയിരുന്നു. അവിടെ വെച്ച് എന്റെ ജീവിതത്തിൽ എന്നേക്കുമായി ആ വിശ്വാസം തകർന്നു പോയി. പൂജ വെച്ച വസ്തുക്കൾ ദൈവങ്ങൾ വന്ന് ഭുജിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, ആസ്വദിക്കുമെന്നാണ് വിശ്വാസം. പക്ഷെ അത് നായാണ്, അയൽവക്കത്തെ ഒരു പട്ടിയാണ് വന്ന് തിന്നത്. ഇത് കണ്ട ഞാൻ ആകെ ലജ്ജിതനായി, ആകെ നിരാശനായി. ഇവിടെ ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വന്നു. എങ്കിലും ഞാൻ ശബരിമല അയ്യപ്പനിലുള്ള വിശ്വാസത്തിലായിരുന്നു എന്റെ യൗവനകാലം. അങ്ങനെ ആ കഠിനാധ്വാനത്തിന്റെ പാതയിൽ അല്പമെങ്കിലും ഭവനത്തെ സഹായിക്കുവാൻ, കുഞ്ഞുങ്ങളെ സഹായിക്കുവാൻ, എന്റെ ഇളയ 7 മക്കളെ സഹായിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത് മുൻപോട്ട് പോയി. എന്റെ അമ്മ ഈ അടുത്ത കാലത്ത് കൂടെ പറഞ്ഞു, എന്റെ മോഹൻ തലനീർന്നതിന് ശേഷമാണ് വീട്ടിലൊരു ഓണവും വിഷുവും ആദ്യമായിട്ടുണ്ടായി തുടങ്ങിയത്. പ്രിയമുള്ളവരെ, ഈ കഠിനാധ്വാനം കൊണ്ട് ജീവിതം കരപറ്റിക്കാം എന്ന് വിചാരിച്ച് കൗമാരം കടന്ന് യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്റെ ജീവിതപാതയിൽ രാവും പകലും പണിയെടുക്കുന്നവനാണ്, കഠിനാധ്വാനിയാണ്. മരം വെട്ടുവാൻ പോകും, കയ്യാല കെട്ടുവാൻ പോകും. ചെറുപ്പം മുതലേ കൈമിടുക്കോട് ഇതൊക്കെ പഠിക്കാനുള്ള ബുദ്ധി ദൈവം തന്നു. ചേട്ടന്മാരുടെ ഏരിയയിലാണെങ്കിൽ നിശ്ചയമായി പണി പഠിച്ചിരിക്കും. കാരണം അവർ വളരെ സമർത്ഥരാണ്. കൃഷി കാര്യത്തിലും പറമ്പൊരുക്കുന്ന കാര്യത്തിലും എല്ലാവിധ നടുതലകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും റബ്ബർ കശുമാവ് ഉണ്ടാക്കുന്ന കാര്യത്തിലും അവർ സമർത്ഥരാണ്. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള പണിയായതുകൊണ്ട് ചേട്ടന്മാരുടെ ഇടയിൽ നിന്ന് ധാരാളം പണികൾ പഠിച്ചു. കയ്യാലുകെട്ട്, തറകെട്ട്, കുഴികെട്ട്, അങ്ങനെ തുടങ്ങി തെങ്ങുമ്മേ കയറല്, മരത്തെ കയറല്, മരം വെട്ട്, കിളയ്ക്കുന്ന പണി, വയലിലെ പണി, പറമ്പിലെ പണി, എല്ലാ തരം പണികളും ചെയ്തു. ഒരു ദിവസം പോലും പണിയില്ലാതെ എന്റെ ജീവിതത്തിൽ 24 വയസ്സ് വരെ ജീവിക്കേണ്ടി വന്നില്ല. ഒരു ദിവസം പോലും. കാരണം ശരീരത്തിന് വയ്യാതെയെങ്കിൽ മാത്രമേ എനിക്ക് പണിയില്ലാത്ത ദിവസം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോഴാണ് 23-ാമത്തെ വയസ്സിലെ എസ്റ്റേറ്റിൽ കാര്യസ്ഥനായും, ഒരു 35 ഏക്കർ കശുമാം തോട്ടമുള്ള ഒരു എസ്റ്റേറ്റിൽ കാര്യസ്ഥനായും പണിക്കാരനായും പോകേണ്ടി വന്നു. വീട്ടിൽ നിന്നൊരു 12 കിലോമീറ്റർ അകലെ. അവിടെ വെച്ചാണ് ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും, ഞങ്ങളുടെ എസ്റ്റേറ്റിൽ പണിയെടുത്തിരുന്ന കുട്ടിയായിരുന്നെങ്കിലും അവളെ സ്നേഹിക്കുകയും അങ്ങനെ മാതാപിതാക്കളുടെ അനുവാദത്തോടുകൂടെ 23-ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കുകയും ചെയ്തു. ഞാൻ 25 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കുമെന്നൊക്കെ അന്ന് ചിന്തിച്ചിരുന്നെങ്കിലും യാദൃച്ഛിക അങ്ങനെ സംഭവിച്ചു. അങ്ങനെ 23-ാമത്തെ വയസ്സിൽ വിവാഹിതനായി 1000 സ്വപ്നങ്ങളുമായി എല്ലാ യുവാക്കളെ പോലെ ഞാനും ഈ ജീവിതപാതയിൽ കടന്നു വന്നു. സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഒരു കുടുംബജീവിതം, ഒരു കൊച്ചു കുടുംബജീവിതം. വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല, ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സ്വസ്ഥതയുള്ള, സമാധാനമുള്ള ഒരു കുടുംബജീവിതം ഞാനും വിഭാവനം ചെയ്തു. ദുഃഖമെന്ന് പറയട്ടെ, കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഞാൻ, എൻ്റെ ഭാര്യ കുറച്ച് നാളുകൾ അവളുടെ ഭവനത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് 8-ാമത്തെ മാസം ഞാൻ വള്ളിത്തോട് ഏരിയയിൽ, കുന്നോത്ത് വള്ളിത്തോട് കിഴിയന്തര ഏരിയയിൽ ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങളുടെ നേതൃത്വത്തിൽ 8-10ഓളം പണിക്കാരും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലം. അന്ന് പണിയെടുത്തത് ഒരു ജോർജ് ഏട്ടന് വേണ്ടി കുറച്ച് കിളിഞ്ഞലിന്റെ കാലുകൾ വെട്ടിയെടുക്കുക, ഒരു മുസ്ലിമിന്റെ പറമ്പിൽ നിന്ന്. അതായിരുന്നു അന്ന്. ജ്യേഷ്ഠൻ കൂടെ ഉണ്ടായിരുന്നില്ല, ഞാനും മറ്റൊരാളുമായിരുന്നു. വൈകുന്നേരം കൊണ്ട് തീർക്കേണ്ട പണി 12 മണി കൊണ്ട് തീർത്തിട്ട് അന്ന് ഉച്ച കഴിഞ്ഞൊരു കശുവണ്ടി ചുമടിന്റെ ഒരു പണിക്ക് പോയാൽ, മാക്കൂട്ടം എന്ന് പറയുന്ന കർണാടകത്തിലേക്ക് കടത്തിക്കൊണ്ടുപോയാൽ ഇരട്ടി കൂലി കിട്ടും. ഞാൻ വീഴുന്ന സമയത്ത് 15 രൂപയാണ് കൂലി. ഇന്ന് 1200 ഈ 15 രൂപ പ്രതിഫലമുള്ള കാലത്ത് എൻ്റെ ഭാര്യ എന്നോടൊരു ആവശ്യം പറഞ്ഞു. ഗർഭിണിയായ, പ്രഗ്നന്റായ, 3 മാസം പ്രഗ്നന്റായ എൻ്റെ ഭാര്യ ഈ ഒരു ആവശ്യം പറഞ്ഞു, ഒരു ഹോർലിക്സ് കൊണ്ടുതരുമോ? അങ്ങനെ ഹോർലിക്സ് വാങ്ങുവാൻ എൻ്റെ കൂലിപ്പണി കൊണ്ട് സാധ്യമല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് 30 രൂപയാണ് അന്നത്തെ ഹോർലിക്സിന്. ഇന്നെത്രയാന്ന് എനിക്കറിയില്ല. ആ 30 രൂപയ്ക്ക് വേണ്ടി ഞാൻ വൈകുന്നേരത്തെ പണി ഉച്ച കൊണ്ട് തീർത്ത് ഉച്ച കഴിഞ്ഞ് കശുവണ്ടി ചുമക്കുവാനായി പോയാൽ 35 രൂപ കിട്ടും. അതിനുവേണ്ടി പോയതാണ്.
11:30 ആയപ്പോഴേക്കും അവസാന മരത്തിൽ നിന്ന് മറുകുറ്റി വീണ. വെട്ടിയ മരം പകുതിയിൽ വെച്ച് മുറിച്ചതാണ്. അത് പകുതിയിൽ നിന്ന് വലത്തുവശം ഉദ്ദേശിച്ച് മുറിച്ചോ, ഇടത്തുവശം വീണുപോയി. ഫലമോ എന്റെ കൈത്തണ്ടയിലേക്ക് വീണുപോയി. അതിന്റെ ഫലമായി ഞാൻ താഴേക്ക് വീണു. കേവലം 15 അടി ഉയരം, 15 അടി ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ, 2.5 ആൾ ഉയരം. ഈ 15 അടി ഉയരത്തിനാണ് ഞാൻ താഴേക്ക് വീണതെങ്കിലും വീണ് കഴിഞ്ഞപ്പോൾ അയൽവക്കാർ ഓടി വന്ന്, 2 പണിക്കാർ ഓടി വന്ന് എന്നെ എടുത്ത് കുടഞ്ഞു കളഞ്ഞു. കരണ്ടടിച്ച് ഷോക്കേറ്റവനെ പോലെ നിലത്ത് കിടന്ന് പിടയ്ക്കുമ്പോൾ അവർ ഓടി വന്ന് എന്നെ എടുത്ത് പുറത്തിട്ട് കുടഞ്ഞു. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അതുവരെ എന്റെ കാലിനൊരു തരിപ്പേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു മരവിപ്പ് തീർത്തുമായിട്ട് വന്നിട്ടില്ല. അവരെടുത്ത് കുടഞ്ഞു കഴിഞ്ഞപ്പോൾ അരയ്ക്ക് താഴോട്ട് പിന്നെ അവയവം ഉണ്ടെന്നറിയുന്നില്ല. അവയവം ഉണ്ടെന്നറിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി. ഇവിടെ വെച്ച് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയാമാവുന്ന ഒരു സംഭവത്തിലായി ഞാൻ വീണു. നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഓടിക്കൂടി എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി അടക്കം എന്റെ ആ പറമ്പിന്റെ ഉടമസ്ഥനെ അറിയിച്ചു. അദ്ദേഹം വേഗം ജീപ്പുമായി വന്നു. അദ്ദേഹം ഒരു മലഞ്ചരക്ക് വ്യാപാരിയായിരുന്നു, പുതുപ്പറമ്പിൽ ജോർജ്. അദ്ദേഹം ഓടി വന്നു, എടുത്ത് വാഹനത്തിൽ കയറ്റി ഇരിട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഓരോ ഗട്ടറിലും അടിക്കും. ഇന്നത്തെ പോലെ നല്ല റോഡൊന്നും വന്ന് 40 വർഷങ്ങൾക്ക് മുമ്പില്ല. ഓരോ ഖട്ടറിൽ ജീപ്പ് അടിക്കുമ്പോൾ നട്ടലിന് കോടാലി കൊണ്ട് വെട്ടുന്നത് പോലെ വേദന കൊണ്ട് ഞാൻ പുളഞ്ഞു. നിലവിളിച്ച് അയ്യം വിളിച്ചു പോയി. ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി കിടത്തി. ഡോക്ടർ വന്ന് എന്റെ ഉള്ളംകാലും ചില ഭാഗങ്ങൾ സ്പർശിച്ചതിന് ശേഷം അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യുവാനില്ല, ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ബന്ധുക്കളെയും വീട്ടുകാരെയും ജ്യേഷ്ഠനെയും സഹോദരങ്ങളെയും അളിയന്മാരെയും ഒക്കെ അറിയിച്ചിട്ട് മാത്രമേ കൊണ്ടുപോകാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1 മാസത്തോളം ട്രീറ്റ്മെന്റ്. അവിടെ വെച്ച് ഡോക്ടർമാർ 3 നേരം ഓരോ ഗുളിക തരും, 3 ദിവസം ഒരു ഇഞ്ചക്ഷൻ, 3 ഇഞ്ചക്ഷനും തന്നു. പിന്നെ ഒന്നുമില്ല, അവിടെ കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതം ഇവിടെ മെഡിക്കൽ കോളേജിൽ ആയതുകൊണ്ടാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കുടുംബ ഡോക്ടറായ ബാലഗോപാലൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എന്റെ അളിയന്മാരും ചേട്ടനും 1 മാസം കഴിഞ്ഞപ്പോൾ ആരും എവിടെയും കൊണ്ടുപോകുന്നില്ല, പ്ലാസ്റ്റർ ഇടുന്നില്ല, കാലൊടിഞ്ഞോ കൈയൊടിഞ്ഞോ നടുവൊടിഞ്ഞോ ഒന്നും മനസ്സിലാവുന്നില്ല. അന്ന് പൊതുവിജ്ഞാനം അത്രയും കുറവാണ്. ദുഃഖമെന്ന് പറയട്ടെ, ഞാൻ വളരെ നിരാശയിലേക്ക് വീണു തുടങ്ങി. എന്റെ ഭാര്യ വളരെ കണ്ണുനീരോടെ എന്നെ കാണുവാൻ വന്നു. ആ കരച്ചിലടക്കുവാൻ കഴിയാതെ അവളെ വീട്ടുകാർ മടക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി. സങ്കല്പിക്കാൻ കഴിയാത്തവണ്ണം വ്യഥയിലേക്ക് ഞാൻ എടുത്തെറിയപ്പെട്ടു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ചിട്ടിയുടെ ബാങ്കിലെ ഒരു ചിട്ടി 1250 രൂപ അത് പിൻവലിച്ച് തൃശ്ശൂർ എലൈറ്റ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് അമേരിക്കയിൽ ഉപരിപഠനം കഴിഞ്ഞ ഒരു ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. അദ്ദേഹം 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എന്നോട് പറഞ്ഞു, മോനെ മോഹന, നിന്റെ യാഥാർത്ഥ സ്ഥിതി ഞാൻ നിന്നോട് പറയട്ടെ. നിന്റെ സ്പൈനൽ കോഡ് പരിച്ഛേദം വേർപെട്ടു പോയി. ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തെങ്കിലും സ്പൈനൽ കോഡ് യോജിപ്പിക്കാൻ യാതൊരു മാർഗവും ഇന്നുവരെ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാൻ നിരാശയുടെ നിർക്കയത്തിലേക്ക് അടിഞ്ഞു വീണു. ഈ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. 24 വയസ്സ് തികയാൻ പോകുന്ന എന്റെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിഞ്ഞ് 8 മാസം മാത്രമായിരിക്കുന്ന, 3 മാസം പോലും ഞങ്ങൾ ഒന്നിച്ചു പാർത്തിട്ടില്ല. സ്വപ്നങ്ങളെല്ലാം നിന്ന നിലയിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്ന ദയനീയ സ്ഥിതി എന്നെ വളരെ ദുഃഖിപ്പിച്ചു. എനിക്ക് ഉറങ്ങുവാൻ കഴിയാതെയായി. ഡോക്ടർ അവസാനം എന്നെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും ഞാൻ ആകെപ്പാടെ തകർന്നു കഴിഞ്ഞിരുന്നു. അവിടെ ഉണ്ടായിരുന്ന 40ഓളം നഴ്സിംഗ് കോളേജും കൂടി ഉണ്ടായിരുന്നതിന്റെ ഫലമായി ഇന്നും തൃശ്ശൂർ കൂർക്കഞ്ചേരി എലൈറ്റ് മിഷൻ ഹോസ്പിറ്റൽ അറിയാത്തവരില്ല. ആ 40ഓളം നഴ്സുമാരിലെ ഈ 2 പേർ 3 പേർ വന്ന് എന്നെ ആശ്വസിപ്പിക്കും. കരയേണ്ട മോഹൻ, കരയേണ്ട മോഹൻ എന്നൊക്കെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ പറയും. വന്യമായി അവര് തെളിച്ചു പറയത്തില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കും, മോഹൻ, ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരും, മോഹനെ ദൈവം ഉപേക്ഷിക്കുകയില്ല എന്നൊക്കെ പറയും. പക്ഷേ യേശു ക്രിസ്തുവാണ് ദൈവമെന്ന് അവരാരും എന്നോട് തീർത്തു പറഞ്ഞില്ല. കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ധൈര്യമില്ല. ചിലപ്പോൾ അവരത് പ്രാപിച്ചിട്ടില്ല. എന്നാൽ നിരാശയുടെ അടിത്തട്ടിലേക്ക് വീണുപോയ എന്റെ ജീവിതപാതയിൽ 45 ദിവസത്തെ 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എന്നെ
ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു. എന്റെ അളിയന്മാർ ഡോക്ടർമാരുടെ ഒരു കൂട്ടത്തോടുകൂടെ 6 ഡോക്ടർമാരെ വിളിച്ചുകൂട്ടി എനിക്ക് മുൻപോട്ട് പോകുവാൻ എന്തെങ്കിലും സാധ്യമാണോ എന്ന് അവർ ആരാഞ്ഞു നോക്കി. എവിടെയെങ്കിലും കൊണ്ടുപോയ, രാജ്യത്തിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ, ഉള്ള സ്ഥലം കടപ്പാടം വിറ്റിട്ട് കൊണ്ടുപോയാലെങ്കിലും എന്റെ അളിയൻ രക്ഷപ്പെടുമെങ്കിൽ അത് ചെയ്യുവാൻ സന്നദ്ധരായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ 6 പേർ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ച സയൻസിൽ സ്പൈനൽ കോഡ് യോജിപ്പിക്കുവാൻ ഇന്ന് വരെ ഒരു മാർഗവും കണ്ടെത്തിയിട്ടില്ല. പിന്നെ വെല്ലൂരൊക്കെ കൊണ്ടുപോയാൽ ഒന്ന് വലിച്ചടിപ്പിക്കാനുള്ള യന്ത്ര സംവിധാനമുണ്ട്, യോജിപ്പിക്കാനുള്ള മാർഗം ഞങ്ങളുടെ നിഘണ്ടുവിലില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുന്നു എന്ന് പറഞ്ഞവർ ഡിസ്ചാർജ് ചെയ്തു. പ്രിയമുള്ളവരെ, ഞാൻ ദുഃഖത്താൽ വീണു, ഞാൻ നിരാശയുടെ അടിത്തട്ടിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ അളിയൻ, അപ്പോഴേക്ക് എന്റെ ഭാര്യയെ എന്റെ അടുക്കൽ പിന്നെയും വന്നു. അവൾ തിരുവനന്തപുരത്തേക്ക് പ്രഗ്നന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അമ്മ മലമൂട്ടിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് ചേച്ചിമാരുള്ള തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പോകുമ്പോൾ ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ധൈര്യമായി പോകുക, ഞാൻ നടന്നു വരും എന്നൊക്കെ പറഞ്ഞ് അവളെ ധൈര്യപ്പെടുത്തി. പക്ഷെ ആശുപത്രിയിലെ 3 മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം എന്നെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്റെ അളിയൻ ഭാര്യയുടെ ആങ്ങള അമ്മയ്ക്കൊരു കത്തെഴുതി. അളിയനെ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു, ഞങ്ങൾ മടക്കി കൊണ്ടുപോകുന്നു, പ്രതീക്ഷയ്ക്ക് വകയില്ല, എന്റെ പെങ്ങളുടെ ജീവിതം തീർന്നു, ഈ കത്ത് തങ്കമണിയെ കാണിക്കണ്ട. എന്റെ ഭാര്യയുടെ പേര് തങ്കമണി എന്നാണ്, മകന്റെ പേര് ജയപ്രകാശ് മോഹൻ എന്നാണ്, മകന്റെ ഭാര്യയുടെ പേര് രേഷ്മ എന്നാണ്, മകന്റെ കുട്ടിയുടെ പേര് ഭജൻ പ്രകാശ് എന്നാണ്, കൊച്ചുമകൻ. അങ്ങനെ ഞങ്ങൾ ഇന്ന് 5 പേർ ഇടയ്ക്ക് കയറി പറയുകയാണ് 5 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. അല്ല, ഞങ്ങൾ ഇന്ന് 27 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്. അത് ഞാൻ പിന്നത്തേതിൽ പറയാം. അങ്ങനെ ആശുപത്രി എന്റെ ഭാര്യയെ സമാധാനത്തോടെ ആശ്വസിപ്പിച്ച് പറഞ്ഞയച്ചതാ. പക്ഷെ അളിയന്റെ കത്തിന്റെ ലാസ്റ്റ് എഴുതിയിരുന്നു, ഈ കത്ത് പെങ്ങളെ കാണിക്കണ്ട. ഈ കത്ത് പോസ്റ്റ്മാൻ കൊണ്ടു കൊടുത്ത് എന്റെ ഭാര്യയുടെ കൈവശം തന്നെ. റോഡ് സൈഡിലായിരുന്നു ചേച്ചിയുടെ വീട്. അവർ കച്ചവട പീടികയും തയ്യൽ തുന്നൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. പോസ്റ്റ്മാൻ ആങ്ങളയുടെ കത്തൊന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് എന്റെ വിശേഷം അറിയുവാൻ അവൾ പൊട്ടിച്ചു വായിച്ചു. ഈ 4 വരി കത്ത് കണ്ട അവൾ നെഞ്ചത്തിടിച്ച് കുറെ ഇടിയിടിച്ചലച്ച് ബോധം കെട്ട് താഴെ വീണു. 4 or 5 മാസം ഗർഭിണിയായ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതം എന്നെ മാത്രമല്ല എന്റെ ഭാര്യയ്ക്കും പിശാച് നൽകി. ഞങ്ങൾ 2 പേരെയും തകർത്തു കളഞ്ഞു. ഞാൻ എന്നെ തൃശ്ശൂരിൽ നിന്ന് ഈ പറഞ്ഞ കൂട്ടുവഴിയിലേക്ക് കൊണ്ടുവന്നു, അപ്പന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ മുതൽ എന്റെ ദുരിതം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഈ ആദ്യത്തെ ടൈം പറയുമ്പോൾ നിങ്ങളിൽ പലരും ദുഃഖിതരും നിരാശരും വേദന അനുഭവിക്കുന്നവരായിരിക്കുമെന്ന് എനിക്ക് സ്പഷ്ടമായിട്ടറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഞാൻ അതിന്റെ അടുത്ത പാർട്ട് അത് ഏറ്റവും അത്ഭുതകരമാണ്. നിങ്ങൾ എന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കൂ. ഇത്ര നേരം പറഞ്ഞ നിരാശപ്പെടുത്തുന്ന ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ, തിരസ്കരണത്തിന്റെ, ഉപേക്ഷണത്തിന്റെ, നിരാശയുടെ ജീവിതമല്ല എന്റെ മുഖത്ത് നിന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. അതാണ് ഇതിന്റെ 2ാമത്തെ ഭാഗം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം. ഞാൻ അത്രയും ഭാഗം പറഞ്ഞ ആ ഭാഗം വിടട്ടെ. ജീവിതത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാത്ത വണ്ണം വേദന അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശാരീരികവും മാനസികവുമായി ഞാൻ അനുഭവിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം 3 മാസം ആശുപത്രിയിൽ, 3 മാസം മാതാപിതാക്കളുടെ കൂടെ. ഈ 3 മാസം കൊണ്ട് അവർ വയറ് നിറച്ച് ഭക്ഷണം തന്നു. അവർ പ്രശ്നക്കാരെടുത്ത് പോയി. ഹിന്ദുക്കൾ എപ്പോഴും പ്രശ്നം വരുമ്പോ പ്രശ്നക്കാരെടുത്ത് പോകും. അത് തന്നെ ഒരു പ്രശ്നമാ. പ്രശ്നക്കാര് പറഞ്ഞു, ആ സുഷുമ്നാകാന്ഡം മുറിഞ്ഞതല്ലേ, 3 മാസം കൊണ്ട് മരിക്കും. 3 മാസം കൊണ്ട് മരിക്കും. 3 മാസം അവർ ഭക്ഷണങ്ങളൊക്കെ തന്നു. ഞാൻ വിചാരിച്ചു സ്പെഷ്യൽ സ്നേഹമൊക്കെ കണ്ടപ്പോ വളരെ സന്തോഷം തോന്നിയിരുന്നെങ്കിലും ഉള്ളിൽ നിരാശയാ. വീട്ടിൽ കൊണ്ടുവന്ന് ഞാനൊരു കൊച്ചു ഷെഡിലാണ് കിടക്കുന്നത്. വീട്ടിൽ സൗകര്യമില്ലാത്തതിന്റെ ഒരു പെങ്ങന്മാരും അളിയന്മാരൊക്കെ ഉള്ളതിന്റെ ഫലമായി ഞാൻ സ്വന്തമായി വിവാഹം കഴിച്ചപ്പോൾ ഒരു കൊച്ചു ഷെഡ് പറമ്പിൽ തന്നെ ഉണ്ടാക്കി അവിടെയാണ് കഴിയുന്നത്. ഭക്ഷണം താഴെ നിന്ന് വീട്ടിൽ നിന്ന് കഴിക്കും, അവിടെ പോയി അന്തി ഉറങ്ങും. പ്രിയമുള്ളവരെ, ആ ഷെഡിലാണ് എന്നെ കൊണ്ട് കിടത്തിയത്. മലമൂത്ര വിസർജനങ്ങൾക്ക് നിയന്ത്രണമില്ല, ഒന്നും എന്റെ കൺട്രോളിലല്ല.
പകുതി അടിച്ച് മുറിച്ചിട്ടതിനെ പോലെ, പാമ്പിന്റെ പകുതി അടിച്ച് മുറിച്ചാൽ ആ പാമ്പ് എങ്ങനെ എഴയും? അതുപോലെ പകുതി മുറിഞ്ഞവനായി, ദിനചര്യകൾ പോലും ചെയ്യുവാൻ കഴിയാത്ത ഒരു ഹതഭാഗ്യനായി ഞാൻ ആ കട്ടിലിൽ തളയ്ക്കപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയട്ടെ, 3 മാസത്തെ വീട്ടിലെ വാസത്തിനിടയിൽ വയറ് നിറച്ച് ഭക്ഷണം ഒന്ന് തലയ്ക്കുനാൽ ഇടിയുമെന്ന് പറഞ്ഞ പോലെ മാതാപിതാക്കൾ ധാരാളം കുറ്റപ്പെടുത്തി, അവരധികം വിധിച്ചു, അവർ വളരെയധികം വേദനിപ്പിച്ചു മാനസികമായി. പക്ഷേ സത്യം, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു എന്നെക്കുറിച്ച്. ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് അനേക ആൾക്കാർ, നാട്ടിലുള്ള നാനാജാതി മതസ്ഥർ എന്നെ കാണുവാൻ വന്നു. കണ്ണൻ നമ്പ്യാരുടെ 3ാമത്തെ മകൻ പരോപകാരിയായ മോഹനൻ ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞ് അവർ വന്ന് കണ്ട് കണ്ണീരൊഴുക്കി കണ്ണീര് തുടച്ച് അമ്മമാരും സഹോദരിമാരും പോയി. ആ കൂട്ടത്തിൽ ബേബി ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന VC സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വാഴത്തറയിൽ ബേബി എന്ന് പറയുന്ന മാന്യദ്ദേഹം എന്നെ കാണുവാൻ വന്നു. എന്നെ കാണുവാൻ വന്നപ്പോൾ അപ്പോഴേക്കും ഞാൻ 3 മാസമായി ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് ഞാൻ വളരെ വേദനയിലാണ്, വളരെ നിരാശയിലാണ്. ഞാൻ നിരാശനായി ആ കാലം കൊണ്ട്. അപ്പോഴേക്ക് ഏകദേശം 8 മാസം ആകുവാൻ പോകുന്നു വീണ് കിടന്നിട്ട്. അപ്പോഴേക്ക് ഞാൻ ഒരുപോലെ കണ്ണടയ്ക്കുവാൻ കഴിയാതെ, പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും 8 മാസക്കാലം എനിക്ക് ഉറങ്ങുവാൻ സാധ്യമായില്ല. ജീവിതം തുടങ്ങിയപ്പോൾ തന്നെ അവസാനിച്ചല്ലോ എന്ന വ്യഥ കൊണ്ട് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. ചിലപ്പോൾ കരയും, കണ്ണുനീർ തലവണ നനയ്ക്കുമ്പോൾ തിരിച്ചു വെക്കും, അല്ലാതെ മാർഗമില്ല. ആയിരക്കണക്കിന് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നോ, ഒന്നിനും ഉത്തരമില്ല. ഇനി എന്റെ സ്ഥിതി എന്താകും? ആരെന്നെ സംരക്ഷിക്കും? ഒരിക്കലും നടക്കാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര പരിതാപകരമാണ്. നമ്മളെല്ലാം വിറ്റുപെറുക്കി ഒരു മാതാപിതാക്കൾ ഒരാൾക്ക് ഒരു കഷ്ടം വന്നാൽ ചികിത്സിക്കും. പക്ഷേ അയാൾ ഇന്നല്ലെങ്കിൽ നാളെ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിൽ എന്തും വിറ്റുപെറുക്കി നമുക്ക് ചികിത്സിക്കാം. പക്ഷേ അയാൾ ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, കിടന്ന കിടപ്പിലാണെന്ന് ഞാൻ പണിയെടുത്ത മുതലാളിയോട് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് നാട്ടുകാരും വീട്ടുകാരും എല്ലാം അറിഞ്ഞു. അവരെല്ലാവരും ഇനി ഞാൻ ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് വിധിച്ചു. ആ അവസ്ഥയിൽ നിന്നാണ് ഈ ബേബി ചേട്ടൻ എൻ്റെ അടുക്കൽ കയറി വരുന്നത്. അപ്പോഴേക്കും ഞാൻ നിരാശനായി, നിരീശ്വരനായി. കണ്ണൂരിനെ കുറിച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുള്ള നാടാണ്. കുഞ്ഞനാട് മുതൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. അതുകൊണ്ട് നിരാശ കൂടുതലേക്ക് വന്നു, നിരീശ്വരത്വത്തിലേക്ക് വേഗം ചെന്ന് വീണു. ഈ സമയത്താണ് ബേബി ചേട്ടൻ, ഇടയ്ക്ക് ഒന്നും കൂടി പറയട്ടെ, ഈ അവസ്ഥയിൽ നിന്നാണ് ഞാൻ എൻ്റെ ദൈവങ്ങളെ എല്ലാം ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഈ അപ്പന്റെ വീട്ടിൽ കിടന്ന ആളുകൾ അപ്പം നമ്പൂതിരികളെ കൊണ്ടുവന്ന്, ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പലതരം ഹോമങ്ങൾ നടത്തുകയാണ്. പക്ഷെ അങ്ങനെ ഹോമം നടത്തി അരയിലൊരു ഉറുക്കുന്നൂലും കെട്ടിയിടം പൊട്ടി. എന്ന് വെച്ചാൽ ഉറുക്ക് വെച്ച് കിടന്നപ്പോ അവിടെ പൊട്ടി. അതോടെ കലി കയറിയ ഞാൻ അതൊക്കെ വലിച്ചു പൊട്ടിച്ചു ദൂരെ കളഞ്ഞു. കാരണം ഞാൻ നിരാശനായി, നിരീശ്വരനായി, ദൈവമില്ല എന്ന് പുലമ്പുവാൻ തുടങ്ങി. ആകെ ഞാൻ കോപക്രാന്തനായി, എല്ലാവരോടും കോപിക്കാൻ തുടങ്ങി. ആരെയും എനിക്ക് കാണണ്ട, ഞാനൊരു പിശാചായി മാറി. സത്യം പറഞ്ഞ ഒരു ചെകുത്താനായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ദുര്യോഗത്തിൽ ഒരു മനുഷ്യനല്ല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് ഞാൻ വീണു. എൻ്റെ മാതാപിതാക്കളെ പോലും ഞാൻ പള്ളു പറഞ്ഞു. കാരണം അവർ കഠിനവാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ നാവ് മാത്രമേ ചലിക്കുന്നുള്ളൂ. എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഇറങ്ങിപ്പോകാൻ പറ്റുമോ? മാതാപിതാക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കുന്ന സമയത്ത് ഇറങ്ങി അങ്ങ് പോകാം. കടയിലൊക്കെ പോയി, ടൗണിലൊക്കെ പോയി തിരിച്ചു വരുമ്പോ അതങ്ങ് മറക്കും. പക്ഷേ ഇത് 24 മണിക്കൂറും കേൾക്കണ്ടേ? 24 മണിക്കൂറും കുറ്റപ്പെടുത്തൽ കേൾക്കണ്ടേ? ഇത് സഹിക്കണ്ടേ? ഇതെങ്ങനെ സഹിക്കും? മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും ആരെങ്കിലും കാത്തിരിക്കണം. പെങ്ങന്മാരോ പിതാവോ വന്ന് കുടലിന്റെ ഭാഗത്ത് 2 കൈയും അമർത്തി പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ അല്പം യൂറിൻ പോകുകയുള്ളൂ. പിന്നത്തെ കാര്യം പറയണ്ട. ബാക്കി ശിശുവിടെ ചേട്ടൻ വന്നിട്ട് വേണം. രാവിലെ കൂലിപ്പണിക്ക് പോയ ചേട്ടൻ രാത്രി 8 മണിക്ക് വന്നിട്ട് വേണം ഈ വക കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരുവാൻ. എന്റെ പുറം പൊട്ടി, കിടന്ന കിടപ്പിൽ പൊട്ടി. അവസ്ഥ ഒരു വാട്ടർ ബെഡിന്റെ കാര്യമൊന്നും അന്ന് അറിയില്ലായിരുന്നു, അന്നുണ്ടായിരുന്നോ എന്ന് അറിയത്തു പോലുമില്ല. അവസാനം 3ാമത്തെ മാസം അവരെന്നെ ഉപേക്ഷിക്കുന്നൊരു സ്ഥിതി വന്നു. ചേട്ടായിയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ മാതാപിതാക്കൾ എന്നോട് വെറുത്തു. ഈ സമയത്താണ് ബേബി ചേട്ടന്റെ വീട്ടിൽ കയറി വരുന്നത്. ഈ ഷെഡിൽ കയറി വന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവമില്ല ബേബി ചേട്ടാ, ദൈവമുണ്ടെങ്കിൽ എനിക്ക് ഈ ഗതി വരുമോ?
മദ്യപാനമില്ല, പുകവലിയില്ല, പൊടിയടിക്കലില്ല, മയക്കുമരുന്നില്ല, മറ്റുള്ള കുരുത്തക്കേടുകളൊന്നുമില്ല. ഇന്ന് കാണുന്ന യുവാക്കളിലെ പല ദുശീലങ്ങളും എനിക്കില്ല. ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ കഠിനാധ്വാനം ചെയ്തു. 12 വയസ്സ് മുതൽ ഒരു അയൽവക്കക്കാരൻ അയ്യപ്പൻ കൊണ്ടുപോയി ഒരു സിനിമ കാണിച്ചു. അന്ന് മുതൽ ഈ സിനിമ എന്നുള്ള ഒന്നിൽ ഞാൻ അടിപ്പെട്ടു പോയി. 24 വയസ്സ് വരെ ആഴ്ചയിൽ ഒന്നെങ്കിലും വെച്ച് ഞാൻ സിനിമ കണ്ടു. ഇത് മാത്രമാണ് ഒരു ദുശീലം എന്ന് പറയാവുന്നത്. പിന്നെ സാധാരണക്കാരനായ ഞാൻ എല്ലാ മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു കുറ്റവാളിയല്ല എന്ന് ചിന്തിച്ചു പോകും. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ. ആ പാപികളിൽ, ലോകത്തുള്ള എല്ലാ പാപികളും വെച്ച് ഞാനാണ് ഏറ്റവും വലിയ പാപി എന്ന് എനിക്ക് മനസ്സിലായി. ബേബിച്ചേട്ടൻ എന്നോട് ദൈവത്തെക്കുറിച്ച് 1-2 വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബേബിച്ചേട്ടാ, ദൈവമില്ല. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോഴാണ് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്ന ഒരു രക്ഷിതാവുണ്ട്, ഒരു കർത്താവുണ്ട്. ആ രക്ഷകൻ എന്നെ വിശ്വസിക്കുന്നവന് പാപമോചനവും നിത്യജീവനും സമാധാനവും സന്തോഷവും പ്രത്യാശയും അവന് ലഭിക്കും. ഇത് കേട്ടപ്പോ ഇയാള് കഷ്ടതയിൽ വെച്ച് എന്നെ മതം മാറ്റാനാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു, 33 കോടി ദൈവങ്ങളുണ്ടെന്നാ പറയുന്നത് എന്റെ മതത്തിൽ. അതിൽ അറിയപ്പെട്ട ദൈവങ്ങളെയല്ല ഞാൻ വിളിച്ചു. ഈ 8 മാസത്തിനിടയിൽ അറിയപ്പെട്ട ദൈവങ്ങളെയൊക്കെയും വിളിച്ചു. എന്റെ മാതാപിതാക്കൾ നേർച്ച കാഴ്ചകൾ നേരുന്നു. എന്റെ ഭാര്യ സഹോദരങ്ങൾ പല തിരുവനന്തപുരത്തുള്ള ആറ്റുകോവിൽ ക്ഷേത്രത്തിൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ നേർച്ച കാഴ്ചകൾ നടത്തുന്നു. എന്തിനു വേണ്ടി? എന്റെ സൗഖ്യത്തിന് വേണ്ടി. പക്ഷെ എനിക്ക് മനസ്സിലായി, വൈദ്യശാസ്ത്ര പ്രകാരം പോയെങ്കിൽ അത് പോയത് തന്നെയാണ്. അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് ശരിക്കു പറഞ്ഞാൽ ഇതിലൊന്നും വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വിചാരിച്ചു. ബേബിച്ചേട്ടൻ തുടർന്നു എന്നോട് പറഞ്ഞു, മോനെ, പാപികളെ രക്ഷിപ്പാൻ വന്ന ഈ രക്ഷകനെ നീ വിശ്വസിച്ചാൽ നിനക്ക് സമാധാനവും സന്തോഷവും നിത്യജീവനും ദൈവം കരുണ ചെയ്താൽ സൗഖ്യം തരാനും അവിടത്തേക്ക് കഴിയും. ഇത്രയും പറഞ്ഞപ്പോ ഞാൻ ഒരു വിധത്തിൽ തിരിഞ്ഞു കടന്നു. കട്ടിലിന്റെ അയ്യൊക്കെ പിടിച്ച് ഒരു വിധത്തിൽ തിരിഞ്ഞു കടന്നു. എനിക്കിത് കേൾക്കണ്ട, മരിക്കാൻ കിടക്കുകയാണ് ഞാൻ, എനിക്കിത് കേൾക്കണ്ട. അപ്പോൾ ഞാൻ അവഗണിക്കുന്നു എന്ന് കണ്ടപ്പോൾ ബേബിച്ചേട്ടൻ പറഞ്ഞു, ദാ മോനെ, ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ കട്ടിലിന്റെ ചോട്ടിൽ മുട്ടുകുത്തി എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി എന്നെ കണ്ട് സഹതപിച്ച് കരഞ്ഞിട്ട് പോകുന്ന കരച്ചിലല്ല, എന്റെ മേൽ കൈവച്ച് പൊട്ടി കരഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വികാര പാരവശ്യത്തോടെ, ദൈവമേ, ഈ മോനെയും കൂടെ രക്ഷിക്കണം, ഇവന്റെ കണ്ണുകളെ ഒന്ന് തുറന്നു കൊടുക്കണം, ഇവനെയും കൂടെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് ദൈവവൈതലാക്കി തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണുനീർ തുടച്ച് അദ്ദേഹം എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, മോനെ, അദ്ദേഹത്തിന്റെ ഒരു കൊച്ചനുഭവം എന്നോട് പറഞ്ഞു. അദ്ദേഹം ഒരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. എനിക്കന്ന് 24 വയസ്സ്, അദ്ദേഹത്തിന് 46 വയസ്സ്. അദ്ദേഹം പറഞ്ഞു, മോനെ, നിനക്കെന്നെ അറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യ വീട് ഞങ്ങളുടെ തൊട്ടടുത്ത കണ്ണങ്കേരി. ചാക്കോച്ചേട്ടന്റെ മൂത്ത മകൾ ആനിയാണ് അവരുടെ ഭാര്യ. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. 5 ഏക്കർ കശുമാവും തോട്ടവും റബ്ബർ തോട്ടവും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം കൃഷിപ്പണിയെടുത്ത് സ്വന്തം പറമ്പിൽ പണിത് ജീവിക്കാം. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോനെ, ഞാനൊരു കാത്തലിക് കുടുംബത്തിൽ ജനിച്ചു വളർന്ന കാലം പള്ളിയിലെ കമ്മിറ്റിക്കാരനായിരുന്നു, കൈക്കാരനായിരുന്നു. പക്ഷെ ഞാൻ 1 ലിറ്റർ ചാരായം കുടിച്ചു വന്നു. 100 ചില്ലുവാനും സിഗരറ്റ് ഒരു ദിവസം വലിച്ചു തള്ളി. 10 പാക്കറ്റിൽ കുറയാതെ സിഗരറ്റ് ഞാൻ വലിച്ചു തള്ളി. എന്റെ മാറാത്ത തലവേദന എനിക്ക് പ്രതിഫലമായി കിട്ടി. മെല്ലൂരും മണിപ്പാലിൽ നിന്നുമായി 2 ഓപ്പറേഷൻ കഴിഞ്ഞു. തലവേദന മാറിയില്ല. പക്ഷെ ഞാൻ ഒരു വർഗീസ് പാസ്റ്റർ അടുത്ത് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ചൊരു 10-20 പേര് കൂടി ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി, ദൈവമേ, അങ്ങനെ സൗഖ്യമാക്കിയല്ലാതെ ഞാൻ പോകയില്ല ഇവിടുന്ന്. അവിടുന്ന് അദ്ദേഹം ആദ്യമായി എന്നോട് പറഞ്ഞു, ഞാൻ കേട്ടു, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി. അല്ലാതെ മാനസാന്തരപ്പെടാതെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനി ആവുകയില്ല. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, 3 ദിവസത്തെ പ്രാർത്ഥനയുടെ അവസാന ദിവസം അദ്ദേഹം പറഞ്ഞു, രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും വട്ടം ഇരുന്ന് ദൈവത്തോട് മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിക്കുകയാണ്. പെട്ടെന്ന് എന്റെ തലയിൽ ആരോ ഒന്ന് സ്പർശിച്ചതായി എന്നെ അനുഭവപ്പെട്ടു. എന്റെ തലവേദന ആ സെക്കൻഡിൽ പോയി. ഏറിയ വർഷമായി മാറാത്ത തലവേദന, കഷ്ടപ്പെട്ട തലവേദന പോയി. എന്റെ പുകവലിയോടും പാപത്തോടുള്ള ചായ്വ് നിന്നു. ഞാൻ അതിന് ശേഷം മാനസാന്തരപ്പെട്ടു. ഈ യേശുവിനെ അറിയുന്ന ഭാഷയിൽ
രോഗികളോടും കഷ്ടത്തിരിക്കുന്നവരോടും ഞാൻ പോയി സാക്ഷീകരിക്കുന്നു. ഞാൻ വലിയ സുവിശേഷനൊന്നുമല്ല. നീ യേശുവിനെ വിശ്വസിച്ചിട്ട് ഈ സമാധാനം ലഭിക്കുന്നില്ലെങ്കിൽ, ഈ പ്രത്യാശ ലഭിക്കുന്നില്ലെങ്കിൽ, ഈ ആശ്വാസം ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ പണിയെടുക്കുകയില്ല എന്ന് പറഞ്ഞ് കയ്യിലെ ബൈബിളും ഉയർത്തി കാണിച്ച് എന്നോട് ഇറങ്ങിപ്പോകുമ്പോൾ പറഞ്ഞു, എന്തോ പാല് വാങ്ങാൻ 25 രൂപ തന്നു. അന്ന് 25 രൂപ വലുതാണ് കേട്ടോ. തന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാനൊരു പുസ്തകം തരാം, വായിക്കണം. ബൈബിൾ എന്ന് പറഞ്ഞില്ല, ബുദ്ധിയോടെ പെരുമാറി. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കരഹിതരും ആയിരിക്കണമെന്ന് തിരുവചനം പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു പുസ്തകം തരാ, വായിക്കണം കേട്ടോ. ഞാൻ അപ്പോഴേക്കും എന്റെ ജ്യേഷ്ഠായി ഉറക്കമില്ലാത്തതിന്റെ ഫലമായി വായനശാലയിൽ പോയി ടാർസന്റെ ഡിറ്റക്റ്റീവ് നോവൽ മുതൽ തകഴിയുടെ കയർ വരെ അനവധി നോവലുകൾ കൊണ്ടുതരും. വായിച്ച് കണ്ണ് കഴിക്കുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കും, ഉറക്കം വരികയില്ല, ദുസ്വപ്നങ്ങൾ കണ്ട് ഉണരും. ഒന്നുമല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം എനിക്കൊരു പുസ്തകം തരാമെന്ന് പറഞ്ഞു. ആട്ടെ എന്ന് ഞാനും പറഞ്ഞു. ശരിക്കും അദ്ദേഹം ഒരാഴ്ചക്കുള്ള ഒരു ബൈബിൾ കൊടുത്തയച്ചു ഭാര്യയുടെ കൈവശം. അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, മോനെ പഴയ നിയമം പിന്നെ വായിക്കാം, പുതിയ നിയമം വായിക്കൂ, നിനക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ പ്രയാസമാകും, അതുകൊണ്ട് ഇത് വായിക്കൂ എന്ന് പറഞ്ഞ് അവരും കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാൻ പറയട്ടെ, അവരെ ഏത് വിഭാഗത്തിലുള്ളവരാണെങ്കിലും അവരാണ് എൻ്റെ ആത്മീക മാതാപിതാക്കൾ. അവരാണ് രക്ഷയിലേക്ക് നടത്തിയത്. അവരാണ് എന്നെ സ്വർഗീയ ജീവനിലേക്ക് നടത്തിയത്. അതിന് മുഖാന്തരമാക്കി ദൈവം മാറ്റിയത് ബേബിച്ചേട്ടനും ആനിച്ചേച്ചിയുമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചി എനിക്ക് ബൈബിൾ കൊണ്ട് തന്നു. ഞാൻ ഇത് അറിയാൻ വേണ്ടി വായിച്ചതാണ് സഹോദരങ്ങളെ. ഞാൻ ക്രിസ്തീയ മതത്തെ സ്നേഹിച്ചവനല്ല. ഞങ്ങളുടെ നാട്ടിലെ ക്രിസ്തീയ വ്യക്തിത്വങ്ങളെ എനിക്കറിയാം. അവർ ഞങ്ങളെക്കാളും കൂടുതൽ പാപം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു അന്ന്. കുടിയേറ്റക്കാരായിരിക്കുന്നവർ, വളരെ ക്രൂരതയുള്ളവരും. എന്റെ അപ്പന്റെ ഒരു കൈ ഉള്ളൂ, ആ ഒറ്റ കൈയും കൂടി അതിര് തർക്കത്തെ പ്രതി എടാ വെട്ടിക്കളയുമെന്ന് പറയുന്ന ഏട്ടന്മാരെ കണ്ട് വളർന്നതാ. അതുകൊണ്ട് ക്രിസ്ത്യാനികളോട് ഞങ്ങൾക്ക് മതിപ്പേ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ, നസറാണികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത സാധനങ്ങളാണെന്ന എന്റെ വിചാരം കുഞ്ഞനാളിൽ. അതുകൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ പിതാവിനും കുടുംബത്തിനും ഒക്കെയും അവരെ വെറുപ്പായിരുന്നു. പക്ഷെ അവരുടെ നടുവിലാണ് ഞങ്ങൾ വളരുന്നത്. ഉപജീവനം കഴിയുന്ന അവരുടെ അടുത്ത് പണിക്ക് പോയിട്ടാ. അതുകൊണ്ട് അവരുടെ ഇടയിൽ ജീവിച്ചു പോയി. അതുകൊണ്ട് ഒരു മതിപ്പുമില്ലാതിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ആ ദൈവത്തെക്കുറിച്ച് അല്ലെ അവരുടെ ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒന്നും താല്പര്യമൊന്നുമില്ല. എങ്കിലും വെറുതെ കിടക്കുകയല്ലേ, വായിച്ചു നോക്കാം. അങ്ങനെ വായിച്ചു നോക്കി, ഒരാവർത്തി വെറുതെ വായിച്ചു, ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഒന്ന് മനസ്സിലായി, ഇതിനകത്ത് എന്തോ ഉണ്ടെന്നൊരു തോന്നൽ. അവസാനം ബേബിച്ചേട്ടനോട് ഇടയ്ക്ക് ആഴ്ചക്ക് വരും അവര്. അപ്പൊ ചോദിച്ചു, ബേബിച്ചേട്ടാ ഇത് പ്രമാണിക്കാൻ എന്താ മാർഗം? നിങ്ങൾക്കറിയാമോ, ലോകത്തിലെല്ലാ മതത്തിലും ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ പ്രമാണിക്കാൻ കഴിയാത്തതാണ് മതങ്ങളുടെ പ്രശ്നം. എല്ലാ ജാതികളിലും ഇസങ്ങളിലും മതങ്ങളിലും ഉപദേശമുണ്ട്. പക്ഷേ ഉപദേശം പ്രമാണിക്കാൻ കഴിയുന്നില്ല. കുല ചെയ്യരുത് എന്ന ആൾക്കാർക്കറിയാം, വ്യഭിചാരം ചെയ്യരുത് എന്ന ആൾക്കാർക്കറിയാം, മോഷ്ടിക്കരുത് എന്ന ആൾക്കാർക്കറിയാം, മദ്യപിക്കരുത് എന്ന ആൾക്കാർക്കറിയാം. പക്ഷെ ഇതെല്ലാം ആൾക്കാർ ചെയ്തു വരുന്നു. കാരണം എന്താ? അതുകൊണ്ടാണ് ഞങ്ങളുടെ ഭാരതീയ മതം ഉപദേശങ്ങൾ ഒരുപാടുള്ളതാ. അതിനകത്തെ ലക്ഷ്മണോപദേശമൊക്കെ വായിച്ച സദൃശ്യവാക്യത്തിന് തത്തുല്യമാ. പക്ഷെ പ്രമാണിക്കാനുള്ള ശക്തിയോ ജീവനോ ഇല്ല. പ്രിയമുള്ളവരെ, ഞാൻ ബേബിച്ചേട്ടനോട് ചോദിച്ചു, ബേബിച്ചേട്ടാ കോപിക്കുന്നത് പാപമാണെന്ന് എനിക്ക് മനസ്സിലായി ഇതിനകത്ത് വായിച്ചപ്പം. പക്ഷെ എനിക്ക് കോപിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാപിതാക്കളോട് കോപിക്കുന്നു, മറ്റുള്ളവരോട് കോപിക്കുന്നു, സഹോദരങ്ങളോട് കോപിക്കുന്നു, ഞാൻ എല്ലാവരോടും കോപിക്കുന്നു. അപ്പൊ പറഞ്ഞു, മോനെ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നിന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറയുന്നുവെങ്കിൽ സകല പാപം പോക്കി അവൻ നിന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാ. ഞാൻ ഒരാവർത്തി വായിച്ച് മനസ്സിലായില്ലെങ്കിലോ പിന്നെ മത്തായി, മർക്കോസ്, ലൂക്കോസ് വായിച്ചപ്പോ യോഹൻ ഏതാണ്ട് ഒരേപോലെ, 4 സുവിശേഷം ഏതാണ്ട് ഒരേപോലെ. 4-മത്തെ സുവിശേഷം മാറ്റിവെച്ചു. സത്യം പറഞ്ഞ പിശാച് എന്റെ കയ്യിൽ നിന്ന് മാറ്റിവെച്ചു. 4-മത്തെ വായിപ്പിച്ചില്ല, തുടർന്ന് വായിച്ചു. അവസാനം വിചാരിച്ചു ഏതായാലും വിട്ടുകളഞ്ഞ സുവിശേഷം ഒന്ന് വായിക്കാം. അതൊന്ന് വായിച്ചു. അത് വായിച്ചപ്പോഴാ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം ദൈവം തമ്പുരാൻ എന്നെ പിടിച്ചു നിർത്തി. ഈ വാക്യം എന്റെ ആന്തരിക കണ്ണുകളെ തുറന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാനും പിതാവും ഒന്നാകുന്നു. ഫിലിപ്പോസ് ചോദിക്കുക, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഇത്ര കാലം ഫിലിപ്പോസേ ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നിങ്ങൾ പിതാവിനെ അറിയുന്നില്ലയോ, നിങ്ങൾ ദൈവത്തെ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന യേശുവിന്റെ ശബ്ദം എന്റെ ഹൃദയത്തിൽ മുഴങ്ങി.
ഞാൻ സത്യം പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും ആത്മീക അന്ധരാണ്. ആത്മീക അന്ധരാണ്. ആത്മീക അന്ധരാവരുടെ മുമ്പിൽ നിറങ്ങൾ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുകയില്ല. എന്നാൽ ദൈവത്തിന്റെ വചനമാകുന്ന വെളിച്ചം അവരുടെ കണ്ണിലേക്ക് എന്ന് പതിക്കുന്നുവോ, ആന്തരിക ദൃഷ്ടിയിൽ എന്ന് പതിക്കുന്നുവോ, അന്ന് മാത്രമേ ഒരു മനുഷ്യന് മാനസാന്തരവും വിശുദ്ധീകരണവും രക്ഷയും ആശ്വാസവും ലഭ്യമാകുകയുള്ളൂ. അങ്ങനെ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാമത്തെ വാക്യം, എന്റെ കണ്ണുകളെ തുറന്നു, എന്റെ കണ്ണുകളെ തുറന്നോ. യേശു തന്നെ വഴി, യേശു തന്നെ സത്യം, യേശു തന്നെ ജീവൻ, യേശു തന്നെ ജീവൻ. ഈ വാക്യം വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ഭാരതീയ മതത്തിൽ ക്ഷേത്രങ്ങൾ ഇന്നും കേൾക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമുണ്ട്. അസതോമ സദ്ഗമയ. അസത്യത്തിലെ അകപ്പെട്ടു പോയ മനുഷ്യൻ സത്യത്തിലേക്ക് എന്നെ നയിച്ചാലും എന്നുള്ള മുനിവരന്മാരുടെ കരച്ചിൽ. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. എന്റെ കുഞ്ഞനാളിലെ എന്റെ അപ്പൂപ്പനിൽ നിന്നാണ് ഞാൻ ശ്ലോകങ്ങളും കാവ്യങ്ങളും ഹരിനാമ കീർത്തനവും ഭാഗവതവും രാമായണവും ഒക്കെ ഹൃദിസ്ഥമാക്കിയത്. കഥകൾ രൂപത്തിലുള്ളതും ശ്ലോക രൂപത്തിലുള്ളതും ആയതുകൊണ്ട് എന്റെ അപ്പൂപ്പൻ 102 വയസ്സിലാണ് മരിച്ചത്. അപ്പൂപ്പൻ പറയുമായിരുന്നു, ഞാൻ ഏറിയ ഗുരുക്കന്മാരുടെ കാൽക്കലിരുന്ന് പഠിച്ചതാണ് മോനെ, നീ എങ്കിലും ഇത് എഴുതിയെടുത്ത് പഠിക്കൂ. അങ്ങനെ അദ്ദേഹം ചൊല്ലിത്തരും, ഞാൻ എഴുതിയെടുക്കും, അത് പിറ്റേ ആഴ്ച അദ്ദേഹത്തിന് ചൊല്ലി കേൾപ്പിക്കണം. അങ്ങനെ പഠിച്ചതാ. പക്ഷെ എന്തു വേണ്ടി, കഷ്ടത്തിലായപ്പോ ഇതിനെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല എന്ന അവസ്ഥയിലെത്തി. ഇവിടെ വെച്ചാണ് ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവും. എന്നിട്ട് ഞാൻ അത്ര പെട്ടെന്നൊന്നും വിശ്വസിച്ചില്ല. ഏതാണ്ട് വെച്ച് താമസിപ്പിച്ചു. ബൈബിൾ ഒരാവർത്തി മുഴുവനും വായിച്ചെങ്കിലോ, യോഹന്നാൻ സുവിശേഷത്തിന് വെളിച്ചം എന്റെ കണ്ണിലേക്ക് അടിച്ചെങ്കിലോ ഞാൻ തുടർന്ന് പിന്നെയും വായിച്ചു. വെളിപാട് പുസ്തകം 3:19-20, ഞാൻ സ്നേഹിക്കുന്ന ഏത് മനുഷ്യനെയും ശിക്ഷിക്കുന്നു, അവിടുന്ന് ഇഷ്ടപ്പെടുന്ന ഏത് മക്കളെയും ശാസിക്കുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക, ഞാൻ നിന്റെ വാതിക്കൽ നിന്ന് മുട്ടുന്നത്. എനിക്കറിയാം, എന്റെ ഹൃദയവാതിക്കൽ നിന്നാണ് ദൈവം മുട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ 1986 ഒക്ടോബർ മാസം ഒരു രാത്രി എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു. മാതാപിതാക്കൾ തള്ളി. ജ്യേഷ്ഠന്റെ ഭവനത്തിൽ കൊച്ചു കൂടാരത്തിലെത്തി. ഓല കൊണ്ട് മേഞ്ഞ് ചാക്ക് കൊണ്ട് മറച്ച ഒരു കൊച്ചു ചായ്പുണ്ടാക്കി അതിൽ എന്റെയും എന്റെ കട്ടിലും കൊണ്ട് കിടത്തി. വീണതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന പോലെ ആ കട്ടിലിൽ ഞാൻ അഭയം പ്രാപിച്ചു. അവിടെ അപ്പനും അമ്മയും തള്ളിയെങ്കിൽ ഇനി ജ്യേഷ്ഠനും ഭാര്യയും തള്ളാൻ എത്ര കാലം? എനിക്കറിയാമായിരുന്നു. അത് ഞാൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, എനിക്കറിയാമായിരുന്നു. പക്ഷേ ഏതാണ്ട് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ജ്യേഷ്ഠനും ചേച്ചിയും ഉപേക്ഷിക്കുന്ന സ്ഥിതി വന്നു. അതിനു മുമ്പായി ജ്യേഷ്ഠന്റെ ഭവനത്തിലെത്തി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു രാത്രി എന്റെ സങ്കടങ്ങളിൽ കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ യേശുവിനെ പിടിച്ചില്ല. പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ സന്ദേശം നിങ്ങൾ വായിച്ചാൽ പോരാ, ഇത് കേട്ടാൽ പോരാ, ഇത് വിശ്വസിച്ചാൽ പോരാ, ഇത് വിശ്വസിച്ച് അനുഭവമാക്കണം, ഇത് വിശ്വസിച്ച് പിടിച്ച് കയറണം. പാപത്തിന്റെ കുഴഞ്ഞ ജെറ്റിൽ നിന്ന് ഏതു മനുഷ്യനെയും രക്ഷയുടെ തീരത്തേക്ക് താൻ എത്തേണ്ട തുറമുഖത്തെത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് എന്ന് മനസ്സിലാക്കി നാം അത് പിടിച്ചുകൊള്ളണം. ഞാൻ പിടിച്ചുകൊണ്ടില്ല. ഇത് മതം മാറ്റമാണോ എന്ന സംശയത്താൽ ഞാൻ വെച്ച് താമസിപ്പിച്ചു. അങ്ങനെ ജ്യേഷ്ഠന്റെ ഭവനത്തിലും വീണ്ടും എനിക്ക് ദുഃഖമായി, വീണ്ടും പ്രയാസങ്ങളായി, വീണ്ടും മനോദുഃഖങ്ങളായി. ആ സമയത്താണ് ഞാൻ ഒരു രാത്രി ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ എന്റെ സങ്കടം കൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ഒരു പാതി മയക്കത്തിലേക്ക് ഞാൻ വീണു. ഈ സമയത്ത് അശരീരി പോലെ, സാറിന് മനസ്സിലാകും, അശരീരി പോലെ ഒരാത്മശബ്ദം ഞാൻ കേട്ടു. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകുമെന്നറിയുക. ഈ ശബ്ദം അനന്തവിഹായസ് നിന്ന് എവിടുന്നോ വന്നു. മെഴുതിരി കത്തിച്ചു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. അർദ്ധരാത്രി. ആ അർദ്ധരാത്രിയിൽ യേശുവിന്റെ ശബ്ദം ഞാൻ കേട്ടു. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഒന്നുകിൽ നീ ജീവനുള്ള ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ആത്മാവ് നിത്യ നരകാഗ്നിയിൽ നശിച്ചു പോകുമെന്നറിയുക. അന്ന് രാത്രി രണ്ടും കൽപ്പിച്ച് യേശുവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഈ യേശു മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണെങ്കിൽ എന്റെ ഉള്ളിൽ വരണം. എന്റെ അപ്പൂപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉള്ളിലുള്ള പള്ളിയെ വൃത്തിയാക്കിയിടണം. ഉള്ളിലാണ്, ചേട്ടത്തിമാരോടൊക്കെ പറയും, ഉള്ളിലാണ് ഈശ്വരൻ വസിക്കുന്നതെന്നാണ് എന്റെ അപ്പൂപ്പൻ പറയുന്നത്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൂപ്പന്റെ ജീവിതത്തിൽ അതില്ലാന്ന് ഞാൻ കണ്ടിട്ടുണ്ട്.
തത്വങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ജീവിതത്തിൽ ഇല്ല. പക്ഷേ ഇവിടെയാണ് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ മഹത്വം. അന്ന് രാത്രി ഞാൻ യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, ലാസ്റ്റ് പരീക്ഷണമാ. ഇതും കൂടെ പരാജയപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ആത്മഹത്യ ചെയ്യണം. അപ്പോഴേക്കന്നെ മൂന്നാത്മഹത്യ കഴിഞ്ഞതാണ്. എന്നിട്ടും ആത്മഹത്യയിൽ വിജയിച്ചില്ല, പരാജയപ്പെട്ടു പോയി. പക്ഷെ ഇതും കൂടി സാധ്യം, ഇതിലെ ഒരു ഉത്തരവില്ലെങ്കിൽ മരിക്ക തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, അങ്ങ് ദൈവമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വരണം. അങ്ങ് ദൈവമാണെങ്കിൽ എൻ്റെ ഉള്ളിൽ വരണം. അങ്ങ് എന്നെ വീണ്ടെടുത്ത് രക്ഷിക്കണം. എനിക്ക് മറ്റാരുമില്ല. യേശുവേ എന്ന് വിളിച്ച് ഞാൻ പാപിയാണെന്ന് ആദ്യമായി സമ്മതിച്ചു. പ്രിയ സഹോദരങ്ങളെ, പലരും പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എറുമ്പിനെ പോലും കൊല്ലുകയില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾക്ക് ഗ്രഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഗ്രഹിച്ചുകൊള്ളൂ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ബൈബിൾ പറയുന്നു. റോമാലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് കൊള്ളരുതാത്തവരായിട്ടിരുന്നു, ഗ്രഹിക്കുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. മനുഷ്യന്റെ നാവ് തൊണ്ട തുറന്ന ശവക്കുഴി, അവൻ നാവ് കൊണ്ട് ചതിക്കുന്നു, സർപ്പവിഷാവിന്റെ അധരങ്ങൾ കീഴെയുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ പാപം ആദ്യമായി ഞാൻ പാപിയാണെന്ന് സമ്മതിച്ചു. ആദ്യമായി പാപിയാണെന്ന് സമ്മതിച്ചപ്പോൾ സ്ഫടികപാത്രം ഉടഞ്ഞതുപോലെ, യേശുവേ, ഞാൻ പാപിയാണെന്ന് പറയേണ്ട താമസം എൻ്റെ ഉടഞ്ഞു പോയി. ഒരു പാത്രം ഉടഞ്ഞതുപോലെ ഉടഞ്ഞുപോയി. ഞാൻ പൊട്ടി കരയുവാൻ തുടങ്ങി. അതൊരു അയ്യംവിളിയായി മാറി, അതൊരു നിലവിളിയായി തീർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതാണ്ട് 2.5 മണിക്കൂർ നേരം ഞാൻ അറിയാതെ അയ്യം വിളിച്ചു, നിലവിളിച്ചോ. അതിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ഈ പാപിയായ എന്നെയും കൂടെ അങ്ങയുടെ മോനാക്കി മാറ്റണം, ഈ പാപിയായ എന്നെയും കൂടെ അങ്ങയുടെ മോനാക്കി തീർക്കണം എന്ന് പറഞ്ഞ് ഞാൻ എന്റെ ഭാഷയിൽ പൊട്ടി കരഞ്ഞു. പ്രിയമുള്ളവരെ, ഇതിന്റെ അവസാനം ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നു, ദൈവത്തിന്റെ ജീവൻ എന്റെ മേൽ വന്നു. ഒരു സ്പാർക്കിംഗ് ആണെങ്കിലും ക്രിസ്തുവിന്റെ ജീവൻ എന്റെ മേൽ വന്നു. ഞാൻ ബോധം കെട്ടി കിടന്നുറങ്ങി. 8 മാസം ഉറങ്ങുവാൻ കഴിയാത്ത എന്റെ ജീവിതത്തിൽ ആദ്യമായി സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. യഹോവേ, നീയല്ലോ അങ്ങനെ വസിക്കുമാറാക്കിയത് എന്ന വാക്യം പോലെ ഞാൻ ആദ്യമായി കഷ്ടത്തിലായതിനു ശേഷം ആദ്യമായി ഞാൻ കിടന്നുറങ്ങി. രാവിലെ 7 മണിക്ക് എന്റെ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ എഴുന്നേറ്റതിന് ശേഷം ഞാൻ അറിയുന്നത് പോലെ തിരുവചനെടുത്ത് വായിക്കുവാൻ തുടങ്ങി. ബേബിച്ചേട്ടൻ കൊച്ചു പാട്ട്, ഒരു 10-15 പാട്ടുള്ള ഒരു ചെറിയ ന്യൂസ് ലെറ്റർ, അതിനകത്ത് ഒരു പാട്ട് നോക്കിയപ്പോൾ കിട്ടി. പണ്ട് പെന്തക്കോസുകാരെ കളിയാക്കിയ പരിചയമേ ഉള്ളൂ, പാരടി പാടിയ പരിചയമേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥ രീതിയൊന്നും അറിഞ്ഞുകൂടാ. ആദ്യമായി ഒരു പാട്ട് പാടി, അതിന്റെ രീതി ദൈവം തമ്പുരാൻ തന്നു. എൻ പ്രിയനെന്തു മനോഹരനാ, താൻ പാദമെന്നും എന്നാശ്രയമായി, ആനന്ദമായി അവൻ അനുദിനവും ആമയമകറ്റി നടത്തുമെന്നെ. എങ്ങനെയോ ദൈവാത്മാവ് രീതി തന്നു. അറിയുന്ന പോലെ പാടി. ഇന്ന് പാടാൻ വലിയ കഴിവില്ല, 5 മണിക്കൂർ തന്നാ സംസാരിക്കാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ പാട്ട് തികച്ചും പാടി, അനേകാവർത്തി പാടി. എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ്ടും ഒഴുകുവാൻ തുടങ്ങി. ഞാൻ അറിയുന്ന ഭാഷയിൽ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഇന്ന് അനേകരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറയും, പ്രാർത്ഥിക്കാൻ അറിയുന്നില്ല, എഴുതി വെച്ചാ വായിക്കാം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ജീവൻ ഉള്ളിൽ വന്നാൽ അവൻ പുതിയ സൃഷ്ടിയാകും. ബൈബിൾ എന്താ പറയുന്നത്? കൊരിന്ത്യലേഖനം 2 കൊരിന്ത്യർ 5:17 പറയുന്ന വാക്യതാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കൂ. അയ്യോ പറഞ്ഞ പോലെ ഒന്നും കൂടെ നോക്കൂ. ഞാൻ അനുഭവിക്കുന്ന സമാധാനം ഇന്നും ഞാൻ നിങ്ങൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ കാണുന്ന പോലെയല്ല. അരക്ക് താഴെ തളർന്ന ഒരു മനുഷ്യനാണ്. എന്റെ പൊക്കിളിന് താഴോട്ടുള്ള ഭാഗം നിശ്ചലമാണ്. ഇന്നും അതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എന്റെ അന്തരാത്മാവിൽ വലിയ വ്യത്യാസം വന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പുറമേയുള്ളവൻ ക്ഷയിച്ചു പോകുന്നെങ്കിലോ
അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഷ്ടതയിൽ ജീവനുള്ള ദൈവത്തെ ആസ്വദിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ, പിറ്റേന്ന് രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളം ഇങ്ങനെ ചിന്തിച്ചു പോയി, എന്തൊരു സമാധാനം, എന്തൊരു സമാധാനം, സ്വസ്ഥത, എന്തൊരു പ്രത്യാശ, എന്തൊരു ധൈര്യം, എന്തൊരു ജീവൻ. ഞാൻ ആശ്വസിച്ചു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ പറയുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താ ലോകം തരുന്ന സമാധാനം? സാഹചര്യം അനുകൂലമാകുമ്പോൾ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അനുകൂലമാകുമ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് ലോകം കൊടുക്കുന്ന സമാധാനം. എന്നാൽ ലോകത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവുകയില്ല. എല്ലാ കാര്യം അനുകൂലമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തീരുകയില്ല. എന്നാൽ എൻ്റെ ശാരീരികമായി എല്ലാം പ്രതികൂലമാണ്. പക്ഷേ അതിന്റെ നടുവിൽ യേശുവിന്റെ സമാധാനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ആ വലിയ സമാധാനത്തിൽ 39 വർഷം കടന്നു പോകുകയാണ്. 39 ദീർഘവർഷം ഞാൻ ആയിരക്കണക്കിന് സ്റ്റേജിൽ പ്രസംഗിച്ചു കഴിഞ്ഞു. അനേക സ്ഥലത്ത്, കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും അടുത്ത ഏരിയയിലൊക്കെയും ആവതോളം എൻ്റെ യേശുവിനെ സാക്ഷിക്കുന്നു. എൻ്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. ഒന്നാമത്തെ ഭാഗം ജീവിതത്തിന്റെ രണ്ടാമത്തെ ഭാഗമായി. ആദ്യത്തെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും ഭാഗം. രണ്ടാമത്തെ ജീവനുള്ള ദൈവത്തെ ആസ്വദിച്ചറിഞ്ഞപ്പോൾ, അനുഭവിച്ചറിഞ്ഞപ്പോൾ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഈ ഭാഗ്യപദവിയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ കഷ്ടതയിൽ നിന്ന് വെച്ച് ഏറ്റവും വലിയ സമാധാനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. എന്റെ ഭൗതിക സാഹചര്യം വളരെ പരിതാപകരമാണ്. മാതാപിതാക്കൾ ഉപേക്ഷിച്ചു. ജ്യേഷ്ഠന്റെ ഭവനത്തിലാണ് ഞാൻ ഉള്ളത്. മാതാപിതാക്കളുടെ ഭവനത്തിനടുത്ത് 3 വീടിനപ്പുറം ഈ കൂട്ടുപുഴ പ്രദേശത്ത് തന്നെ. ശരിക്കും ജീവിതത്തിന് മറ്റു വ്യത്യാസങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ ലഭിച്ച സമാധാനം, സന്തോഷം കൊണ്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് ജീവിതത്തിന്റെ വില മനസ്സിലായതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. പിന്നെയുള്ള ജീവിതത്തിൽ ഞാൻ ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും വായിക്കുവാനും നിങ്ങളിൽ പലരും ചെയ്തതുപോലെ 1, 2, 4 അധ്യായമല്ല, 10, 25, 30, ചിലപ്പോൾ 50 അധ്യായം വരെ ഒരു പുസ്തകം ഞാൻ ഒരു ദിവസം തീർത്തിട്ടുണ്ട്. മുമ്പ് പറയുകയല്ല, എന്റെ അന്തർദാഹം അത്ര വലുതായിരുന്നു. വീണ്ടും ജനിച്ചപ്പോ പാലിന് വേണ്ടി ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ഈ ദൈവവചന സത്യങ്ങളെ കൂടുതൽ അറിയുവാൻ മനസ്സ് വെച്ചു. ഏറിയ സമയം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അറിയുന്ന പോലെ പാടുകയും ചെയ്തു. അങ്ങനെ ഞാൻ മുൻപോട്ട് വളർന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, 3 മാസക്കാലം ആശുപത്രി ജീവിതം, 3 മാസക്കാലം മാതാപിതാക്കളുടെ കൂടെ, അടുത്ത 2.5 വർഷക്കാലം ജ്യേഷ്ഠന്റെ ഭവനത്തിൽ. കുറച്ചങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ ജ്യേഷ്ഠത്തി വെറുത്തു തുടങ്ങി. കാരണം ജ്യേഷ്ഠനാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ. ഈ ശവത്തിന് ഇവിടെ കൊണ്ടിട്ടേക്ക് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അവന്റെ ഭാര്യയില്ലേ, അവളോട് നോക്കാൻ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചീറുവാൻ തുടങ്ങി. ഞാൻ ഉടുക്കുന്ന ഒരു ലുങ്കി ആഴ്ചയിൽ 1 ആണ് കുളിപ്പിക്കുന്ന ചേട്ടൻ. കസേരെ കൊണ്ട് ഇരുത്തും, ഞാൻ വെള്ളം കോരി കുളിക്കും. ആ ലുങ്കി അവിടെ കിടക്കും. ജ്യേഷ്ഠന്റെ ഭവനം കലഹമായി മാറി. എടി, ഇതൊന്നും ചെയ്യാത്ത, ഇതൊന്നും അലക്കാത്ത എന്താണെന്ന് ചോദിക്കും അവൻ. അപ്പൊ പറയും, സൗകര്യമില്ലായിരുന്നു, പോയി കഴുകു വേണമെങ്കിൽ, അനുജന്റെ അല്ലേ, പോയി നോക്കിക്കോളൂ. ഇങ്ങനെ വീട് വലിയ ദുരിതമായി മാറി. എനിക്ക് വലിയ ദുഃഖമുണ്ടായി. ഒരു വശത്ത് വലിയ സമാധാനം ദൈവം തന്നു. അന്ന് മുതൽ ഞാൻ യേശുവിനെ സാക്ഷിക്കാൻ തുടങ്ങി. വരുന്നവരോടും പോകുന്നവരോടും യേശുവിനെ കുറിച്ച് പറയുവാൻ തുടങ്ങി. മദ്യപിക്കുന്നവരോടും പുകവലിക്കുന്നവരോടും എല്ലാ ലംഘനങ്ങളും ജീവിക്കുന്ന മനുഷ്യനോട് ഈ യേശുവിനെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം, സമാധാനം പ്രാപിക്കാം എന്ന് ഞാൻ സാക്ഷീകരിച്ചു തുടങ്ങി. പക്ഷേ ഭവനത്തിൽ വലിയ വിഷയമായി മാറി. അവസാനം 2.5 കൊല്ലമാകുമ്പോൾ ജ്യേഷ്ഠൻ ഒഴിവാക്കും എന്നുള്ള നില വന്നു. പക്ഷേ ജ്യേഷ്ഠനോട് കളയാനും വയ്യ. എന്ത് ചെയ്യും? ഈ സമയത്താണ് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ ഭാര്യയെ എനിക്ക് മടക്കി തരണമേ. എന്റെ ഭാര്യയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി 1.5 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ കുഞ്ഞിനെ കാണുന്നത്. അപ്പോൾ പോലും ഒരു 100 തൂക്കത്തിൽ ജനിച്ച എന്റെ മോൻ. അപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടൊരു ജനിക്കുന്ന കുട്ടിയുടെ വളർച്ചയായിട്ടില്ല. എന്റെ ഉള്ളം വല്ലാതെ വേദനിച്ചു. ഞാൻ ഏറെ നിലവിളിക്കുകയായിരുന്നു, എന്റെ ഭാര്യയും കുഞ്ഞിനെയും മടക്കി തരണമേ.
വീട്ടുകാരവളെ കൊണ്ടുപോയി. ഇനി മടക്കി കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ഞാൻ ഏറെ പ്രാവശ്യം ദൈവത്തോട് കരഞ്ഞു. അപ്പോഴൊക്കെ ഇപ്പുറത്തുനിന്ന് പിശാച് പറയടാ മണ്ട, ഊര നടന്നവന്റെ കൂടെ ഏത് പെണ്ണാ നിൽക്കാൻ പോകുന്നത്? നിക്കത്തില്ല, നീ വെറുതെ ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കണ്ട. പക്ഷെ ഞാൻ അപ്പോഴും പിശാചിനോട് പറഞ്ഞു, സാത്താനെ നീ എന്നെ വിട്ടുപോ, നീ ദൈവത്തിൻ്റെതല്ല. മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലവും സാധ്യം എന്ന് ഞാൻ ബൈബിൾ വായിച്ചു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ബൈബിളിൽ കണ്ട ഓരോ സത്യവും ഞാൻ വിശ്വസിച്ചു, കണ്ണുമടച്ച് വിശ്വസിച്ചു. ഫലമോ 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയെ ദൈവം മടക്കി അയച്ചു. എന്റെ ഭാര്യയും കുഞ്ഞിനും 3 വർഷം തികയുന്നതിന് മുമ്പ് മടക്കി അയച്ചു. അവൾ പറഞ്ഞു, ചേട്ടായി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും, എന്റെ വീതം 1 അരയേക്കർ സ്ഥലം മലയിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അവിടെ അളിയന്മാരും വീട്ടുകാരും എൻ്റെ ഒക്കെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവുന്ന ഞാൻ പറയുന്നില്ല. നാട്ടുകാരും കൂടി കൊച്ചു കൂടാരം, പുല്ലുമേഞ്ഞ ഒറ്റ മുറി, ഒരു കൊച്ചു തിണ്ണ, ഒരു കൊച്ചടുക്കള ഉള്ളൊരു പുല്ലുമേഞ്ഞ കൂടാരം. അവിടെ 35 വർഷങ്ങൾക്ക് മുമ്പ്, 36 വർഷങ്ങൾക്ക് മുമ്പ് ആ പാലത്തിൻകടവ് എന്ന സ്ഥലത്ത്. അപ്പോൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു 3 മാസം ആശുപത്രിയിൽ, 3 മാസം മാതാപിതാക്കളുടെ കൂടെ, 2.5 കൊല്ലം ജ്യേഷ്ഠനോടുകൂടെ, അടുത്ത 3 വർഷക്കാലം ഭാര്യ വീടിന്റെ പറമ്പിൽ 3 വർഷക്കാലം. ഇവിടെ വെച്ചാണ് പ്രിയമുള്ളവരെ ഞാൻ വിശ്വാസത്തിൽ വളർന്നതും വിശ്വാസത്തിൽ ബലപ്പെട്ടതും. ഭാര്യ കൂലിപ്പണിക്ക് പോകും, ഉച്ചപ്പണിക്ക് പോകും. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കും, അനേക കാര്യത്തിനും ഞാൻ പ്രാർത്ഥിക്കും. അവിടെയും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാതായി, അവിടെയും ഞങ്ങൾ സ്വാതന്ത്ര്യമില്ല. അവർ സുവിശേഷത്തിന്റെ വിരോധികളായിരുന്നു. അവർ പറഞ്ഞു, യേശുവിനെയും ബൈബിളിനെയും ഉപേക്ഷിച്ചല്ലാതെ ഒരു കടുക് മണിക്ക് സഹായം നിനക്ക് ചെയ്തു തരികയില്ല. ഞാൻ ഉപേക്ഷിച്ചില്ല. അതിനു മുമ്പായി തന്നെ ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 26-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും ഞാൻ ഹൃദയസ്ഥമാക്കിയിരുന്നു. എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സ്വന്തം ശരീരത്തെയോ പ്രാണനെയോ പ്രിയപ്പെടുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എന്റെ ഭാര്യയെ ഞാൻ അവളോട് പറഞ്ഞു, യേശുവിനെ ഉപേക്ഷിച്ചല്ലാതെ അങ്ങോട്ട് വരാൻ പറ്റുകയില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, നിനക്ക് പോകാം, കുഞ്ഞിനെ കൊണ്ടുപോകാം, പക്ഷെ യേശുവിനെ ഉപേക്ഷിക്കുകയില്ല. ബൈബിളും യേശുവിനെ ഞാൻ മരിക്കുന്നവരെന്റെ കൂടെ ഉണ്ടാകും, അല്ലാതെ നിങ്ങൾക്ക് ആർക്കും അതിനെതിരെ ഒന്നും പറയുവാൻ സാധ്യമല്ല, ഞാൻ വരികയില്ല. അവസാനം അവരെന്നെ കൊണ്ടുപോയി 3 വർഷക്കാലം അവിടെ പാർത്തു. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതൊക്കെ പുസ്തകത്തിൽ വായിക്കാം. അങ്ങനെ 3 വർഷം പാലത്തിൻകട കിടന്നപ്പോൾ അവിടെ ഈ സ്വാതന്ത്ര്യമില്ലാതെ വന്നു. എനിക്ക് സുവിശേഷം പറയാൻ പറ്റുന്നില്ല, എന്നിട്ടും ഞാൻ പറയുന്നു. പാടുവാൻ വിടുന്നില്ല, പ്രാർത്ഥിക്കുമ്പോൾ അവർ വന്ന് വഴക്ക് കൂടും. പക്ഷേ ഞാൻ എന്നിട്ടൊന്നും നിർത്തിയില്ല. ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, നിന്റെ ദാസന് ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഒരു 5 സെന്റ് ഭൂമി അങ്ങ് തരുമെങ്കിൽ തരണം. അങ്ങനെ 1986 ഞാൻ കഷ്ടത്തിലായി. 1992 AK സ്കറിയായിരുന്ന, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, മാന്യദ്ദേഹം കോട്ടയത്തിൽ നിന്നൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. വരികയും എന്നെ കാണുകയും എന്റെ സാക്ഷി റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി CMS കോളേജിലെ ചില വിശ്വാസ സഹോദരങ്ങളെ കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അവരിൽ 3 പേരോട് ദൈവാത്മാവ് ഇടപെട്ടു. അങ്ങനെ അവരുടെ ഉള്ളിൽ തീരുമാനം വന്നു. മോഹനെ ആ മലയിൽ നിന്ന് ഇറക്കി, 12 കിലോമീറ്റർ വാഹന സൗകര്യമില്ല, ഇറക്കി താവോട്ട് എവിടെയെങ്കിലും പാർപ്പിക്കാൻ ഒരു 5 സെന്റ് ഭൂമിയും ഒരു കൊച്ചു കൂടാരവും. അതെവിടെയായിരിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിനെ പോലെ ആ കത്ത് ദൈവസന്നിധിയിൽ മലർത്തി. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ നിന്റെ സുഖം അന്വേഷിച്ചു പോകരുത്, നീ എന്റെ ഹിതം ചെയ്യുക. ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തിടത്ത് ഞാൻ നിന്നെ സാക്ഷിയാക്കും. അങ്ങനെ ദൈവം തമ്പുരാൻ എന്നെ കൂത്തുപറമ്പിനടുത്ത്, കണ്ണൂർ ജില്ലയിൽ തന്നെ, ഞാൻ അന്ന് താമസിച്ചിരുന്ന 55 കിലോമീറ്റർ ഇപ്പുറം കൂത്തുപറമ്പ് ടൗണിനടുത്ത് കൈതച്ചാൽ എന്ന ഗ്രാമത്തിൽ ഒരു കൊച്ചു ഭവനം എനിക്ക് തന്നു. 5 സെന്റ് ഭൂമിക്ക് പറഞ്ഞെടുത്ത് 11.25 സെന്റ് ഭൂമിയും ഒരു കൊച്ചു ഭവനവും. മറ്റതിനേക്കാൾ എത്രയോ മെച്ച ഓട് വെച്ചതാ ഒരു ഭവനം ദൈവം എനിക്ക്. മൺകട്ടയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഓട് വെച്ചതാ. അങ്ങനെ ദൈവം തമ്പുരാൻ എന്നെ കൊണ്ടുവന്ന് ഈ കൂത്തുപറമ്പിനടുത്ത കൈതച്ചാൽ എന്ന ഗ്രാമത്തിൽ കൊണ്ടുവന്ന് നട്ടു. പ്രിയമുള്ളവരെ, 1992 ഇവിടെ വന്നതാണ്. ആദ്യമായിട്ട് ഇവിടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചു. ആസ്കറിയ സാർ പറഞ്ഞതുപോലെ ഒരു ഹോള് പണിയാനുള്ള സ്ഥലം മുൻപിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഹോള് രൂപപ്പെടുത്തി. ദൈവത്തിന്റെ മഹാകരുണയിൽ
അതിനിടയിൽ ദൈവം ഒരു ദർശനവും തന്നു. ആ ദർശനപ്രകാരം ഒരു കാരുണ്യ ഭവൻ പണിയുവാനുള്ള ദർശനം. അങ്ങനെ എന്നെ പോലെ തളർന്നുപോയ 5 പേരെ പരിചയപ്പെട്ടപ്പോൾ, കത്തിൽ കൂടി പരിചയപ്പെട്ടപ്പോൾ, അവരിൽ ആശ്രയമില്ലാത്ത ചിലർ ഉണ്ടെന്ന് കണ്ടു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പ്രാർത്ഥനയുടെ അവസാനം ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, അത് നീ തന്നെ ചെയ്യുക. ഞാൻ പ്രാർത്ഥിച്ച ദൈവമേ, ആരോടെങ്കിലും അങ്ങ് പറയണമേ ഒരു കാരുണ്യ ഭവന്റെ കാര്യത്തിൽ. ഇങ്ങനെ പലരും അവിടെ ഇവിടെയും തളർന്നു കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിച്ചു. ഞാനും എൻ്റെ ഭാര്യയും. ഞങ്ങൾ അങ്ങനെ ഏഴാമത്തെ വർഷം രക്ഷിക്കപ്പെട്ട ഞാൻ 2 പേർക്ക് സ്നാനത്തിന്റെ ക്ലാസ് കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്നു. അന്ന് രാത്രി എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്കും വേണം യേശുവിനെ. എൻ്റെ പുസ്തകത്തിൽ അധ്യായമുണ്ട്, എനിക്കും വേണം യേശുവിനെ. നിങ്ങൾക്ക് മാത്രം മതിയോ? അതുവരെ അവൾ ആങ്ങളമാരെ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ സ്വാതന്ത്ര്യം ദൈവം തന്നു. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ തങ്കമണിയും 1992 ഞങ്ങൾ ഡെന്നീസ് പടികം പാസ്റ്ററുടെ കൈക്കീഴ് കണ്ണൂരിൽ വെച്ച് ഒരു ടാങ്കിൽ സ്നാനമേറ്റു. എനിക്ക് സ്നാനമേൽക്കണമെങ്കിൽ വലിയ ബന്ധപ്പാടുണ്ടെന്ന് അറിയാമല്ലോ. എന്നെ എടുത്തിട്ട് വേണമായിരുന്നു സ്നാനപ്പെടുത്താൻ. ഞാൻ സ്നാനപ്പെടുന്നു പറഞ്ഞു ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയും സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരെയും ദൈവം സ്നാനജലത്തിൽ കൂടി സാക്ഷീകരിക്കുവാൻ ഭാഗ്യം തന്നു. അതിനു മുന്നമേ തന്നെ ഞാൻ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ കിടക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പരിശുദ്ധാത്മാവിൽ നിറച്ചിരുന്നു. അളിയന്മാരെടുക്കൽ ചെല്ലുമ്പോൾ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഉള്ളം അത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എങ്ങനെ അതിനെ നേരിടും? അപ്പോൾ ദൈവാത്മാവിനെ നിറച്ചു. ദൈവാത്മാവ് ചില നിർദ്ദേശങ്ങളും തന്നു. അതും പ്രകാരം ആണ് ഞങ്ങൾ അവിടെ നിന്നെല്ലാം കടന്ന് ഇവിടെ എത്തിയത്. ഇവിടെ വന്നപ്പോൾ സുവിശേഷം കണ്ടവരോടും കേട്ടവരോടും ചെറിയവരോടും വലിയവരോടും എല്ലാവരോടും ഞാൻ സുവിശേഷം പറഞ്ഞു. എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സുവിശേഷ വിരോധികളുടെ അക്രമവും തുടങ്ങി. വലിയ വലിയ ഉപദ്രവങ്ങൾ. അവർ നമ്മുടെ സഹോദരങ്ങളാണ്, പക്ഷെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യുന്നു. അങ്ങനെയുള്ളവർ വലിയ കഠിനമായ ഉപദ്രവം എന്നെ ഇവിടെ കൊണ്ടുവരാൻ കാരണക്കാരനായ വിജയമോഹൻ ബദറിനെ കഠിനമായി മർദ്ദിച്ചു. ഇതോടുകൂടെ സുവിശേഷം അവസാനിപ്പിക്കുമെന്ന. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന സ്നേഹിതരോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ. മുള്ളിനോട് ഉരയ്ക്കുന്ന നിനക്ക് വിഷമമാകുന്നു. ഒരിക്കലും ജീവനുള്ള ദൈവത്തോട് മറുതലിച്ചിട്ട് ഒറ്റ മനുഷ്യനും രക്ഷ പ്രാപിക്കയില്ല. എന്നാൽ ഈ ജീവനുള്ള ദൈവത്തെ മറുതലിക്കുന്നതിന് പകരം ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ, ഞങ്ങൾ ആരുടെയും പണം കണ്ടിട്ടോ, ആരെങ്കിലും തരുന്ന ഭക്ഷണം കണ്ടിട്ടോ, ആരെങ്കിലും വീട് വെച്ച് തന്നിട്ടോ ഇതുകൊണ്ടൊന്നും വിശ്വാസത്തിൽ വന്നവരല്ല. ഇന്ന് അനേകർ പറയുന്ന ഇതാണ്, നിങ്ങൾ അവർക്ക് കഞ്ഞിയും പയറും 500 രൂപയും കൊടുക്കുന്നു, അതുകൊണ്ടാണ് അവരൊക്കെ ഇതിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് 1000 രൂപയും ബിരിയാണിയും കൊടുക്കരുതോ? അവരങ്ങോട്ട് വരത്തില്ലേ? ഇല്ല സഹോദര, വരികയില്ല. ഈ തലയെടുക്കപ്പെട്ടു പോയാലും, ഞാൻ ചിലരുടെ ഹിറ്റ് ലിസ്റ്റിലാണ് എൻ്റെ പേരെങ്കിലും, ഈ തലയെടുത്തു പോകുന്നത് വരെ ഭൂമിയിലെ യഥാർത്ഥ ദൈവമക്കൾ അവനെ സാക്ഷിച്ചു കൊണ്ടിരിക്കും. അവിടുത്തെ അന്ത്യകൽപ്പന അനുസരിച്ചു കൊണ്ടിരിക്കും. ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിച്ചു കൊണ്ടിരിക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് ദൈവത്തിന്റെ കൽപ്പന. അതനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് തരമില്ല. നിങ്ങൾക്ക് കേൾക്കണ്ട, വിശ്വസിക്കുന്നില്ല വിശ്വസിക്കണ്ട. പക്ഷെ വിശ്വസിക്കുന്നവരെ തടയുവാൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ പോലെ 10,000 ലക്ഷക്കണക്കിന് ഹൈന്ദവരായ സാക്ഷികളുണ്ട് കേരളത്തിൽ. അത് ആർക്കും ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. ഇവിടെ വന്നതിന് ശേഷം എന്നെ ഡെന്നീസ് പടികത്തിന്റെ കാറിൽ എന്റെ വിജയമോഹൻ ബദർ പലയിടത്തും കൊണ്ടുപോകാൻ തുടങ്ങി. ആദ്യമായി ഞാൻ കണ്ണൂരിലാണ് എന്റെ സാക്ഷ്യം പറഞ്ഞത്. ഇവിടെ ഉപദ്രവം തുടങ്ങിയെങ്കിലും ആദ്യത്തെ ദിവസം ഉപദ്രവത്തിന്റെ നടുവിൽ വെച്ച് പ്രസംഗിച്ചു തുടങ്ങി. 1000 സ്റ്റേജിൽ ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. കേരളത്തിലും ചുറ്റുപാട്ടുള്ള സംസ്ഥാനങ്ങളിലും എത്തിച്ചു. ഊരെ തളർന്നവനായിട്ട് കൂടി. അങ്ങനെ കഷ്ടതയുടെ നാളുകളിൽ നിന്ന് ദൈവം എന്നോട് ഇടപെട്ടു തുടങ്ങി. അനേക സ്ഥലത്ത് യേശുവിനെ സാക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. അങ്ങനെ ഇരിക്കെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, പണ്ട് വാച്ച്മാൻ നീ ചോദിച്ചതുപോലെ എനിക്കൊന്നുകിൽ സൗഖ്യം തരണം, അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകുവാനുള്ള മാർഗം തരണം. ദൈവം രണ്ടാമത്തെ തെരഞ്ഞെടുത്തു.
എനിക്കൊരു ട്രൈസൈക്കിൾ ഒരാൾ വാങ്ങിത്തന്നു. ഈ ട്രൈസൈക്കിളും കറക്കി 10 കിലോമീറ്റർ വരെ ഞാൻ പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇതധികം ദൂരം പോകാൻ കഴിയില്ല, കയറ്റത്ത് കയറുകയില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെ ഇരിക്കെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഒരു മോട്ടറുള്ള വാഹനം തരും. അങ്ങനെ എനിക്ക് രവിക്കുറുപ്പ് എന്ന് പറയുന്ന ഇന്നും ജീവനോടെയുണ്ട്, തൃശ്ശൂരിലുണ്ട്, കണ്ണൂർക്കാരനായ പള്ളിക്കുന്നുകാരൻ രവിക്കുറുപ്പ് ജോലി സ്ഥലം നാട്ടിൽ വന്നപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നു. അപ്പോഴേക്ക് എന്റെ ആദ്യത്തെ സാക്ഷ്യം പ്രസിദ്ധീകരിച്ചോ. 36 പേജ് മാത്രമുള്ള വേദനയുടെ തീച്ചുളയിൽ നിലനിൽക്കുന്ന സമാധാനം. ഈ സാക്ഷ്യം തിരുവല്ലയിലെ ഇവാഞ്ചലിക്കൽ പ്രസിലെ രാജൻ സാറും സ്കറിയ സാറും ഒക്കെ കൂടിയാ പ്രസിദ്ധീകരിച്ചത്. അത് വേഗം തീർന്നു കഴിഞ്ഞപ്പോൾ കണ്ണൂരിലെ ക്രിസ്ത്യാനികാമി സഭ രണ്ടാമത് പ്രസിദ്ധീകരിച്ചു. അത് അതേ 1000 പേജ്, 1000 കോപ്പി പെട്ടെന്ന് തീർന്നു പോയതിന്റെ ഫലമായി കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിലെ എബനേസർ പിന്റേഴ്സിൽ ഒരു ദിവസം ഞാൻ അവരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തപ്പോൾ എന്റെ സാക്ഷ്യം കേട്ട ആ ജെയിംസ് ചേട്ടൻ പറഞ്ഞു, മോഹൻ ബ്രദറെ, അതൊന്ന് എഴുതി തന്നിരുന്നെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാമായിരുന്നു. അങ്ങനെ ഒരാളെ എന്റെ അടുക്കലേക്ക് അയച്ചു, ജയ്മോഹൻ അതിരിങ്കൽ. അദ്ദേഹം മുഖാന്തരം എനിക്ക് എഴുതാനുള്ള വലിയ കഴിവില്ല, വിദ്യാഭ്യാസം കുറവാണ്. എന്നാൽ അദ്ദേഹം എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിയുന്നില്ല, പറഞ്ഞു കൊടുക്കുന്നതിനെ കരയുമാണ്. അദ്ദേഹം ഓരോരിക്കൽ തലവേദന എടുത്ത് പോയി കിടക്കും, പിന്നെയും വരും, എഴുതാൻ തുടങ്ങും, പിന്നെയും കരയും, കരയുമ്പോൾ വീണ്ടും പോകും. ഇങ്ങനെ ആഴ്ചകൾ ഇരുന്ന് എന്റെ സാക്ഷ്യം കേട്ടിട്ട് അദ്ദേഹം എഴുതി, പകുതി ഞാനും പകുതി അദ്ദേഹവും എഴുതി പൂർത്തീകരിച്ചതാണ് ശാശ്വത ഭുജങ്ങളിൽ എന്ന പുസ്തകം. അതിന്റെ 5ാമത്തെ പ്രിന്റാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതാണ്ട് 22,000 കോപ്പി അത് പോയി കഴിഞ്ഞു. കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളവും പല വിദേശ രാജ്യങ്ങളിലും പലരും പലയിടത്തേക്കും അത് സഞ്ചരിച്ചു തുടങ്ങുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കഷ്ടതയുടെ നാളുകളിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ നോക്കിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എന്നേക്കും അവസാനിക്കുമായിരുന്നു. എന്നാൽ എന്റെ നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു തന്നു. 3ാമത്തെ വർഷം ഭാര്യയെ മടക്കി കിട്ടി. അന്ന് 3 വയസ്സുള്ള മകൻ, ഇന്നവന് 39 വയസ്സായി. മകൻ, ഞാൻ യാക്കോബിനെ പോലെ നീ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് ചിന്തിച്ചവനാണ്. പക്ഷേ ഒന്നും പ്രതികൂലമായിരുന്നില്ല. എല്ലാം സ്വർഗത്തിലെ ദൈവം അനുകൂലമാക്കി മാറ്റി. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, ഈ അനുഭവത്തിൽ കൂടി വന്നപ്പോൾ കാരുണ്യഭവൻ എന്ന പദ്ധതി ദൈവം തന്നു. 2000 എന്ന വർഷത്തിൽ ദൈവം തമ്പുരാൻ അതിന് താൽക്കാലികമായി ഓപ്പൺ ആക്കുവാൻ ഇടയാക്കി. അതിന്റെയൊക്കെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ 5 പേഷ്യന്റിനെ പാർപ്പിച്ചു കഴിഞ്ഞു. 5 പേഷ്യന്റിനെ പാർപ്പിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 6 പേഷ്യന്റായി. ഒരു കട്ടിൽ 2 ആളായി മാറി. അപ്പോൾ വീണ്ടും പ്രാർത്ഥിച്ചു. അതിന്റെ മേലെ ഒരു 7 കട്ടിലിടാനുള്ള സൗകര്യം കൂടിയായി. അപ്പോൾ 12 കട്ടിലിടാനുള്ള സൗകര്യമായി. അതോടുകൂടി ഞങ്ങൾ ആരാധന തുടങ്ങി. ഇവിടെ വന്ന പിറ്റേ ആഴ്ച തന്നെ ആരാധന തുടങ്ങി. ഞാനും എൻ്റെ ഭാര്യയും മറ്റൊരാളും. 4ാമത് അയാളുടെ ഭാര്യ, 5ാമത് മറ്റൊരാൾ. ഇങ്ങനെ തുടങ്ങി 2 വർഷം കൊണ്ട് 32ഓളം ആത്മാക്കളെ ദൈവം തന്നു. ഒറ്റ ക്രിസ്ത്യാനിയില്ല ആ സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കൊച്ചു കൂട്ടത്തെ ഉരുവാക്കിയെടുത്തു. ഇതൊന്നും നമ്മുടെ കഴിവല്ല, കൃപ എന്ന് ആർത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആ കൂടെ ഞാൻ അനേക ബലഹീനരെ പരിചയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾക്കറിയാമോ, 585 തളർന്ന വ്യക്തികളുടെ അടുത്ത് ഞാൻ എത്തി. ഈ ബലഹീനതയിൽ ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ട, കട്ടിലിൽ ശരണമാക്കപ്പെട്ട ജീവിതത്തിൽ 7.25 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകി. ശരീരം വയ്യ, പൊട്ടിപ്പോകും, എങ്കിലും ഇപ്പോൾ അനേകം വാഹനങ്ങളിൽ കടന്നുപോയി. ഇപ്പോൾ ഞാൻ സ്വന്തം വാഹനം ഓടിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി സ്വന്തമായി കൈകൊണ്ട് ഡ്രൈവ് ചെയ്ത് കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുന്നു. ഒറ്റയ്ക്കാണ് യാത്ര. പലരും ചോദിക്കും, ഇതെങ്ങനെ, ഒരു സഹായി ഇല്ലാതെ എങ്ങനെ? എന്റെ സ്വർഗത്തിലെ ദൈവം ഒരു വാക്ക് എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്റെ അടിയന്മാരെ എതിർത്ത കാലത്ത് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം, ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. ഈ വാഗ്ദത്തം എന്നോട് കൂടെ ഇരിക്കുന്നു. 39 വർഷം കഴിഞ്ഞ് അടുത്ത മാർച്ചിലേക്ക് ഞാൻ വീണിട്ട് 40 വർഷം തികയാൻ പോകുകയാ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ജീവിതത്തിന്റെ നല്ല പങ്കും വീൽ ചെയറിലും കട്ടിലിലും തളയ്ക്കപ്പെട്ട
എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അവർണ്ണനീയമാണ്. ഞാൻ ആസ്വദിക്കുന്ന സ്വസ്ഥത അവർണ്ണനീയമാണ്. അത് പറഞ്ഞാൽ തീരാത്തതാണ്. ഒരുവൻ ക്രിസ്തുവിലായ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. അതേ, അന്ന് ദൈവത്തെ അറിയുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ച നിരാശയും ദുഃഖവും കണ്ണുനീരും എത്ര വലുതായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രത്യാശ അത്യുന്നതമാണ്. എന്റെ മോനെ കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല, മോന്റെ മോനെയും കാണുവാൻ സ്വർഗത്തിലെ ദൈവം സംഗതി വരുത്തി. ദൈവകൃപ എത്ര വലിയതാ! യാക്കോബ് പറഞ്ഞു, യോസേഫ് പോയി, ശിമിയോൻ പോയി, ബെന്യാമിനെ നിങ്ങൾ കൊണ്ടുപോകും, എല്ലാം എനിക്ക് പ്രതികൂലം തന്നെ. മക്കളില്ലാത്തവനാക്കുന്നു എന്നാ യാക്കോബ് പരിതപിച്ചത്. പക്ഷെ പിറ്റത്തെ ആഴ്ച യാക്കോബ് പറഞ്ഞു, യോസേഫേ എനിക്ക് മതി, മകനെ കാണുമെന്ന് ഞാൻ ആശിച്ചതല്ല, മകന്റെ മക്കളെയും കാണുവാൻ യഹോവ സംഗതി വരുത്തി. ഈ ജീവനുള്ള ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ എന്റെ മകനും രക്ഷയിലേക്ക് വന്നു. രക്ഷിക്കപ്പെട്ടൊരു മകളെ ദൈവം തന്നു. അങ്ങനെ കൊച്ചു പേരക്കിടാവ് 10 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിന്റെ കൂടെ കാരുണ്യഭവൻ എന്ന പദ്ധതി വളർന്നു. ഇപ്പോൾ 20 തളർന്ന വ്യക്തികൾ, അരയ്ക്ക് താഴെ, നെഞ്ചിന് താഴെ, കഴുത്തിന് താഴെ തളർന്ന 20 വ്യക്തികൾ. സ്ഥാപനത്തിന്റെ വീണ്ടും ബ്ലോക്കുകൾ കൂടി, വീണ്ടും വാർഡുകൾ കൂടി. ഇപ്പോൾ ദൈവത്തിന്റെ കാരുണ്യത്താൽ, സ്വർഗീയ പിതാവിന്റെ കൃപയാൽ 27 പേരുണ്ട്. ഞങ്ങൾ ഈ ഊര തളർന്ന, ഞാനത് പറയുന്ന ലജ്ജിക്കുന്നില്ല, ഊര തളർന്ന എന്ന് പറഞ്ഞ പകുതി തളർന്നു പോയ, നടുവിന് താഴോട്ട് പരിച്ഛേദം മരിച്ചു പോയ ഈ ബലഹീന പാത്രത്തെ ഉപയോഗിച്ച് സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ ഈ തണലിൽ 20 പേരെ പാർപ്പിച്ചിരിക്കുന്നു. ഇനിയും ദൈവം കരുണ നൽകിയാൽ, വീണ്ടും ദൈവം കൃപ തന്നാൽ, വീണ്ടും സ്ഥലം തന്നാൽ, വീണ്ടും കെട്ടിടം തന്നാൽ അനേകരെ കൊണ്ടുവരണമെന്ന് ആശിക്കുന്നു. യോശുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും. എൻ്റെ മകൻ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അവൻ അത് വിട്ടേച്ച് ഈ സ്ഥാപനത്തിന്റെ കൊച്ചു ശമ്പളത്തിന് സ്ഥാപനത്തിലെ സർവത്ര കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. എൻ്റെ ഭാര്യ കഠിനാധ്വാനം ചെയ്ത് രാവേറെ ചെല്ലുവോളം സകല കാര്യങ്ങൾ ഓടി നടക്കും. നേഴ്സുണ്ട്, മറ്റുള്ളവരുണ്ട്, ചെറിയ കൈത്താങ്ങിന് ചിലർ ദൈവം തന്നു. അങ്ങനെയൊക്കെ ദൈവകൃപയാൽ ഈ കേരളത്തിൽ ആദ്യമായിട്ടാണ് സ്പൈനൽ ഇഞ്ചുറി സംഭവിച്ചവർക്ക് വേണ്ടി മാത്രം, പകുതി മരിച്ചവർക്ക് വേണ്ടി ഉള്ള ഈ സ്ഥാപനം. ഏതാണ്ട് 121 പേരെ ഞങ്ങൾ 24 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നു. അതിലേതാണ്ട് 70 പേർ അവിടെ ഇവിടെയൊക്കെ ആയി ദൈവത്തെ അറിഞ്ഞ് കരകയറിയവരായി ജീവിക്കുന്നു. ഒറ്റ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ഞാൻ ഭാഗ്യവാനായി. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ യേശുവിനെ ഇനി നിങ്ങൾ ഉപേക്ഷിക്കരുത്. എന്നെ കേൾക്കുന്ന യേശുവിനെ ഇന്ന് വരെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏക നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ നാമം. നിങ്ങൾ അതിന് എന്ത് പേര് വിളിച്ചോ, ക്രിസ്ത്യാനിയെന്നോ, പെന്തക്കോസ്തുകാരനെന്നോ, ബ്രദറുകാരനെന്നോ, നസ്രാണിയെന്നോ, എന്ത് വേണമെങ്കിൽ വിളിച്ചോ. എന്നെ വിളിക്കുന്ന വേറെ ചില പേരുകളാണ്. പക്ഷേ ഈ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങളെ ഹൃദയ ശ്രീകോവിൽ കൈക്കൊണ്ട് അവനോട് നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച്, ലംഘനങ്ങളെക്കുറിച്ച് അനുതപിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളുടെ ഉള്ളിൽ വന്ന് വാഴാൻ ആഗ്രഹിക്കുന്നു. ഒറ്റ വാക്കും കൂടെ, ജീവനില്ലാത്ത ദൈവങ്ങൾക്കാണ് ജീവനില്ലാത്ത ആലയം മതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന് ജീവനുള്ള ഒരാലയം വേണം. അത് മനുഷ്യന്റെ ഉള്ളമാണ്. ആ മനുഷ്യൻ, അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 3:16 ഇങ്ങനെ പറയുന്നു, നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പള്ളിയിലും മോസ്കിലും ക്ഷേത്രത്തിലുമല്ല, മനുഷ്യന്റെ ഉള്ളത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നത്. ദൈവം ആത്മാവാണെന്ന് ബൈബിൾ പറയും. അങ്ങനെയെങ്കിൽ ആത്മാവായ ദൈവത്തെ ആത്മാവിൽ സ്വീകരിച്ച് ആത്മാവും പ്രാണനും നിത്യജീവങ്കിലേക്ക് ഈ ലോകത്തിൽ നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുപോകാൻ കഴിയുകയുമില്ല. എന്നാൽ ഈ ജീവരക്ഷ നിങ്ങൾ പ്രാപിച്ചാൽ മനുഷ്യൻ ഒരിക്കലും പട്ടിയെ കുഴിച്ചിരുന്ന പോലെ തീരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ദൈവം. അവൻ ദൈവത്തോടുകൂടെ നിത്യകാലം ജീവിക്കണമെന്ന്.
അതുകൊണ്ട് ബൈബിൾ പറയുന്ന, യോഹന്നാൻ സുവിശേഷം പറയുന്ന വാക്കിലാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി. സത്യം നിങ്ങളെ, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. പ്രിയ സ്നേഹിത, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളാകുന്ന, ഈ ലോക സുഖങ്ങളാകുന്ന, ഈ ലോക ലാവണ്യങ്ങളാകുന്ന, ഈ ലോക ധനങ്ങളാകുന്ന, ഈ ലോക സുഖങ്ങൾ ആവോളം ആസ്വദിക്കുന്ന ഒരു സ്ത്രീയോടാണ് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. യേശു കൊടുക്കുന്ന വെള്ളം ജീവജലമാണ്. അത് ജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി, ഒരു ഉറവയായി നിന്നിൽ നിന്ന് പുറപ്പെടും. 39 വർഷമായി സ്വർഗത്തിലെ ദൈവം ഈ ഉറവ, ജീവന്റെ ഉറവ ഈ പകുതി തളർന്ന മനുഷ്യന്റെ മേൽ പകർന്നപ്പോൾ, സാഹചര്യം കൊടുക്കാത്ത, സാഹചര്യം നൽകാത്ത സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറച്ചിരിക്കുക. അതുകൊണ്ട് ഈ ജീവിക്കുന്ന ദൈവത്തിനായി നിങ്ങളെ ഹൃദയവാതിൽ തുറന്നു കൊടുത്ത് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ ആത്മാവ് എവിടെ പോകും? നിങ്ങളെ പ്രാണൻ എവിടെ പോകും? നിത്യ ജീവനിലേക്കുള്ളത് ഉറപ്പാക്കിക്കൊള്ളുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. ദൈവത്തിന്റെ മഹാകരുണയാൽ ഞങ്ങൾ കുടുംബമായിരിക്കുന്നു. പ്രത്യേകമായ സഭകളിലൊന്നും ചേർന്നിട്ടില്ല. കാരണം എനിക്ക് മാറി മാറി പോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായി തന്നെ ഇവിടെ നിൽക്കുന്നു. കാരുണ്യ ഭവനോടുകൂടെ ചേർന്ന ഒരു കൂട്ടായ്മയും, അതോടുകൂടെ അനേക സ്ഥലത്ത് യേശുവിനെ സാക്ഷിക്കുവാനും ശരീരം പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് 63 വയസ്സായി, എൻ്റെ ഭാര്യയ്ക്ക് 60 വയസ്സായി, മകൻ 29 വയസ്സായി. ദൈവത്തിന്റെ കരുണയാൽ ഞങ്ങൾ ഒരു മനസ്സോടെ ഈ ശുശ്രൂഷ ചെയ്തു വരുന്നു. ഈ കർത്താവിന്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ പുസ്തകങ്ങൾ ആർക്ക് വേണമെങ്കിലും, ഇന്ത്യ രാജ്യത്ത് എവിടെ വേണമെങ്കിലും അയച്ചു തരുവാൻ തയ്യാറാണ്. അത് വായിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. അത് നിങ്ങളെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് യേശുവിനെ ആലിംഗനം ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കും. ഞാൻ എൻ്റെ നിരാശയുടെയും ദുഃഖത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കണ്ണുനീരിന്റെയും പാതയിൽ നിന്ന് ആരംഭിച്ച് സ്വർഗീയമായ പ്രത്യാശയിൽ എൻ്റെ ജീവിതം വന്നെത്തി നിൽക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് ദൈവത്തോട് പറഞ്ഞ, അവലാതിയില്ല, പരാതിയില്ല. ഇന്നും കുടുംബക്കാരും ബന്ധുക്കളും അന്വേഷിക്കാറില്ല. പക്ഷെ ആരോടും പരിഭവമില്ല, ആരോടും കുറ്റപ്പെടുത്തുന്നില്ല. ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ സമസ്ത സുന്ദരമായ സമാധാനം അവൻ അനുഭവിക്കും. സ്വർഗത്തിലെത്തിയിട്ടല്ല, ഇവിടെ നിന്ന് തന്നെ ഈ സമാധാനം, സ്വസ്ഥത, ആനന്ദം അത് ക്രിസ്തുവുമായുള്ള ഫെലോഷിപ്പിലാണ്, കൂട്ടായ്മയിലാണ്. അതിന് മതം മാറുകയല്ല, പാപത്തിന്റെ മനസ്സ് മാറുകയാണ് ആവശ്യം. പാപത്തിന്റെ മനസ്സ് മാറിയാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. 2 വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നീക്കം വരാത്ത ദൈവകൃപയുടെ മറവിൽ അവിടെ ഞങ്ങളെ സൂക്ഷിച്ചുവല്ലോ. ഈ സാക്ഷ്യം പ്രസ്താവിപ്പാൻ സ്വർഗീയ പിതാവ് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. പ്രിയ ദേവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് അങ്ങ് സംസാരിക്കണമേ. അവരിൽ ആരെങ്കിലും രോഗത്തിലും കഷ്ടത്തിലും ദുഃഖത്തിലും കഴിയുന്നുവെങ്കിൽ അവരെ അതിൽ നിന്ന് വിടുവിക്കാൻ അങ്ങ് മതിയായ ദൈവമായിരിക്കൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് ആശ്വാസം നൽകണമേ, സൗഖ്യം നൽകണമേ. ആരെങ്കിലും അങ്ങേ അറിയാത്തവർ ഇത് കേൾക്കുന്നെങ്കിൽ ഈ ജീവിക്കുന്ന ദൈവമായ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിത്യജീവനിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുവാൻ അവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് സംസാരിക്കണം പിതാവേ. അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ പ്രതികൂലങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ, കണ്ണുനീരുകളെ, രോഗങ്ങളെ, കെടുതികളെ, കഷ്ടങ്ങളെ, ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുവാൻ കഴിവുള്ള ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ അടിയങ്ങളെ തന്നെ ഫലമേൽപ്പിക്കുന്നു. ഇങ്ങനെയല്ലോ അങ്ങേക്ക് പ്രസാദം തോന്നിയത് ജ്ഞാനികളെയും വിവേകികളെയും മറച്ച് അങ്ങ് ശിശുക്കൾക്ക് അത് വെളിപ്പെടുന്ന ദൈവമായിരിക്കാൻ ശിശുഹൃദയത്തോട് അങ്ങയുടെ അടുക്കൽ വരുന്ന എല്ലാ മനുഷ്യരെയും അങ്ങ് സ്നേഹിക്കുന്നുവല്ലോ പിതാവേ. സകല മനുഷ്യർക്കും വേണ്ടുന്ന രക്ഷാകരമായ കൃപ ഉദിച്ചതിനാൽ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള മഹൽ സത്യം അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പ്രിയ മോഹൻ സാർ പാസ്റ്റർ. അത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഷ്ടതയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും
ബാല്യകാലത്തിൻ്റെ ഓർമ്മകൾ, അവിസ്മരണീയമായ ആ ജീവിതാനുഭവങ്ങൾ. ഒരുപക്ഷെങ്കിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് കല്ലും മുള്ളും വേദനയും നിറഞ്ഞതായ അത് നിരാശയുടെ പാതകളാണെന്ന് പറയുവാൻ കഴിയും. മറ്റൊരു വശത്ത് കൂടി നാം പരിശോധിക്കുമ്പോൾ അതൊക്കെയും ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിന് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ടതായ ഒരു തീച്ചൂളയുടെ ആ പാതയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. അതായത് ഒരു കുശവൻ്റെ കയ്യിൽ എപ്രകാരം ഒരു പാത്രം രൂപപ്പെടുന്നുവോ, അല്ലെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ എപ്രകാരം ഒരു സ്വർണം മനോഹരമായ ഒരു ആഭരണമായി രൂപപ്പെടുന്നുവോ, അതുപോലെ തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കയറിയിറങ്ങി ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെട്ടതായ തീച്ചൂളയുടെ പല അനുഭവങ്ങൾ. എന്നാൽ അതിലൊന്നും വെന്തു പോകുവാൻ, അതിലൊന്നും തകർന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. പിശാച് ആവോളം ശ്രമിച്ചു അവിടെ അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്നേക്കുമായി അത് അവസാനിച്ചു പോകുവാൻ വേണ്ടി പിശാച് തന്നാൽ കഴിവത് അവിടെ ശ്രമിച്ചു. എന്നാൽ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം അതത് സമയങ്ങളിൽ ദൈവം പരിപാലിക്കുവാൻ തക്കവണ്ണം ആമേനിടയായി തീർന്നു. ഞാൻ വളരെ ശ്രദ്ധയോടെ ആ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗവും കേൾക്കുവാനിടയായി തീർന്നു. മാതാപിതാക്കന്മാരുടേതായ കഷ്ടപ്പാടിൻ്റെ നടുവിൽ അവർക്കൊരാശ്വാസം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. വളരെ ചെറുപ്പത്തിൽ തന്നെ ആഗ്രഹിച്ച സമയത്തേക്കാൾ ഉപരിയായി ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. കുടുംബജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരുപാട് മോഹന സ്വപ്നങ്ങളും നല്ല ഭാവിയും ഒക്കെ പ്രതീക്ഷിച്ചാണ് അതിലേക്ക് പ്രവേശിച്ചത്. ആദ്യ നാളുകളിൽ തന്നെ ജീവിത പങ്കാളിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അല്പം ഹോർലിക്സ് എനിക്ക് വാങ്ങിത്തരണമെന്ന്. പ്രിയതമയുടെ ആ ഹൃദയം നിറഞ്ഞതായ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരു യൗവനക്കാരൻ എന്ന നിലയിൽ അന്ന് അത്യധ്വാനം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടപ്പോൾ നേരിട്ടതായ ആ മഹാവിപത്ത് ജീവിതത്തെ എന്നേക്കുമായി അത് തളർത്തിക്കളയുവാൻ ഇടയായി തീർന്നു. മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, പ്രിയ ജീവിത പങ്കാളിയെ തൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇനി ഒരിക്കലും താൻ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ തന്നെ സ്നേഹിച്ച് തൻ്റെ ആഗ്രഹം സഫലീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ ഹോർലിക്സ് വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് അതിനുള്ള പണം ഉണ്ടാക്കുവാൻ ആ ജോലിക്ക് പോയതും അവിടെ നേരിട്ടതായ ആ വലിയ അപകടവും അത് ജീവിതത്തിൽ എന്നേക്കും മറക്കുവാൻ കഴിയാത്ത ഒരോർമ്മയായി മാറ്റപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണെങ്കിലും മറുവശത്ത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുവാൻ, ആ ക്രൂസിലെ സ്നേഹം രുചിച്ചറിയുവാൻ, ദൈവവചനത്തിൻ്റെ ആഴമേറിയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ, നിത്യതയിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാൻ അത് മുഖാന്തരമായി തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ചില സംഭവങ്ങൾ, ചില സാഹചര്യങ്ങൾ, മറക്കാൻ കഴിയാത്ത ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നാം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സ്വയത്തിൽ നാം ചോദിക്കും. നമ്മുടെ മാതാപിതാക്കന്മാർ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ, സുഹൃത്തുക്കളൊക്കെ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: അവൻ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, അവൻ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പക്ഷേ അതിൻ്റെ എല്ലാം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്കും അവൻ്റെ കൃപയുടെ അളവറ്റ വലിപ്പത്തിലേക്ക് നാം കടന്നു വരിക എന്നുള്ളതാണ്. ബാഹ്യമായി നോക്കിയാൽ രണ്ടു കാലം തളർന്നവനായിരിക്കുന്നു എങ്കിലും ഇന്ന് രണ്ടു കാലമുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാത്ത ദീർഘവീക്ഷണവും അനുഗ്രഹവും ആത്മീയ ശുശ്രൂഷകളും ദൈവഭൃത്തിനെ കർത്താവ് ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. രണ്ടു കാലം തളർന്ന പ്രിയപ്പെട്ടവർ, കഴുത്തിന് താഴെ തളർന്നുപോയ പ്രിയപ്പെട്ടവർ, അല്പം ജീവൻ മാത്രമുള്ള അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി, ഒരു കൈത്താങ്ങായി ആമേനെ നിലകൊള്ളുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അനേകരുടെ വിശപ്പ് അടക്കുവാൻ, അനേകർക്ക് അവരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകർക്ക് അവരുടെ ജീവിതത്തിൽ ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ കേരളത്തിലും കേരളത്തിന് വെളിയിലും വിവിധ ഇടങ്ങളിലേക്കും ആമേനെ ശബ്ദമായി, സാക്ഷ്യമായി, പുസ്തകരൂപേണ ഒക്കെ എത്തിച്ചേരുവാൻ ദൈവഭൃത്തിനെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവഭൃത്തിന് ആമേൻ ഇത്രത്തോളം സമയം മാറ്റി ഇവിടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുപോലെ ഏറെ അവസരങ്ങളും ആയുസ്സും ആരോഗ്യവും
കർത്താവ് ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന് ഞങ്ങളോടൊപ്പം സമയം വേർതിരിച്ചതിന് ദൈവത്തിനോട് കുടുംബാംഗങ്ങളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. മാത്രമല്ല, ദൈവത്തിനെയും കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ ഈടുറ്റ പുസ്തകങ്ങൾ നിങ്ങൾ വാങ്ങിക്കണം, നിങ്ങൾ വായിക്കണം. നിങ്ങളാൽ കഴിയുന്ന പ്രോത്സാഹനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് ഇത്തരണത്തിൽ ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ സാക്ഷ്യം അനേക പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവർ കേട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.